രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. തൊഴുത്തിലും കാനായിലും കടലലയിലും കാൽവരിയിലും, കാലിത്തൊഴുത്തിലും കാനായിലും കടലലയിലും കാൽവരിയിലും, കാലം കാതോർത്തിരിക്കും അവിടത്തെ കാലൊച്ച കേട്ടു ഞങ്ങൾ. കാലം കാതോർത്തിരിക്കും അവിടത്തെ കാലൊച്ച കേട്ടു ഞങ്ങൾ. കാലൊച്ച കേട്ടു ഞങ്ങൾ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. തിരകളുയരുമ്പോൾ തീരം മങ്ങുമ്പോൾ തോണി തുഴഞ്ഞു തളരുമ്പോൾ, തിരകളുയരുമ്പോൾ തീരം മങ്ങുമ്പോൾ തോണി തുഴഞ്ഞു തളരുമ്പോൾ, മറ്റാരുമാരുമില്ലാശ്രയം നിൻ വാതിൽ മുട്ടുന്നു ഞങ്ങൾ. തുറക്കില്ലേ വാതിൽ മുട്ടുന്നു ഞങ്ങൾ, തുറക്കില്ലേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരായ വ്യക്തികൾ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അടുത്തുനിന്നും അകലെയെന്നും കടന്നു വന്നിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾ, സ്നേഹിതർ, നാട്ടുകാർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം.
ഇങ്ങനെ ഒരു യോഗം ഇവിടെ ക്രമീകരിക്കേണ്ട സാഹചര്യത്തെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകളിൽ വിശദീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എല്ലാവരും അറിയുന്നത് പോലെ ചില നാളുകളായി പെരുമ്പാവൂരും ചുറ്റുപാട് പ്രദേശങ്ങളിലും നടത്തപ്പെടുന്ന ഒരു പ്രത്യേക യോഗത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മിസ്റ്റർ എം അക്ബറും നേതൃത്വം കൊടുക്കുന്ന നീച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂരിലും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും ക്രൈസ്തവത, ഹൈന്ദവത, ഇസ്ലാം എന്ന പേരിൽ, അതുപോലെ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന പേരിലും മറ്റ് പല പേരുകളിൽ നടത്തപ്പെടുന്ന യോഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലർ പങ്കെടുത്തിട്ടുണ്ടാവും. പ്രസ്തുത യോഗങ്ങളിൽ പ്രധാനമായും മിസ്റ്റർ എം അക്ബർ പ്രതിപാദിക്കുന്ന വിഷയം ക്രിസ്ത്യാനിത്വത്തെക്കുറിച്ചാണ്. അദ്ദേഹം പറയുന്നതിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട്, വിശ്വാസങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് ഉള്ള പ്രഭാഷണങ്ങളാണ് നടന്നിട്ടുള്ളത്. വേദപുസ്തകത്തിൽ പറയുന്ന തൃത്വം, യേശു ക്രിസ്തുവിന്റെ ദൈവത്വം, അതുപോലെ വിശുദ്ധ ബൈബിളിന്റെ ആധികാരികത തുടർന്നുള്ള വിഷയങ്ങളെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കാറുള്ളത്. ഇങ്ങനെ ഒരു യോഗത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ വിധ വിഷയങ്ങളിൽ അവർക്ക് മറുപടി പറയുക എന്നുള്ളതാണ് ഈ യോഗത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പല യോഗങ്ങളിൽ ഞാൻ കടന്നുപോയിട്ടുണ്ട്. അവരെന്നെ മാന്യമായ രീതിയിൽ ക്ഷണിച്ചിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങളിൽ പല പ്രിയപ്പെട്ടവരെയും അവർ ക്ഷണിച്ചിട്ടുണ്ട്, ഞങ്ങൾ കടന്നുപോയിട്ടുണ്ട്. വളരെ നന്നായ രീതിയിൽ അവർ ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. അവർക്ക് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുക. എങ്കിലും ഞങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന ഏവരോടും ഉത്തരം പറയുവാൻ വിശുദ്ധ തിരുവെഴുത്ത് പ്രബോധിപ്പിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു യോഗം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഒരു ചിന്ത ഉണ്ടാകാം, ആരെങ്കിലും എന്തെങ്കിലും പ്രസംഗിച്ചിട്ട് പോകുന്നതിനൊക്കെ മറുപടി പറയേണ്ട ആവശ്യം നമുക്കുണ്ടോ? അവര് പ്രസംഗിച്ചിട്ട് പോകട്ടെ, നമുക്ക് എന്താ വിഷയം, നമുക്ക് പ്രശ്നമൊന്നുമില്ല, അത് നമുക്ക് അതുകൊണ്ട് നഷ്ടമൊന്നുമില്ല എന്നൊക്കെ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവാം, ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടാവാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, വിശുദ്ധ തിരുവെഴുത്ത് അതിന് അനുവദിക്കുന്നില്ല. വിശുദ്ധ പത്രോസ്ലീഹ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് പ്രതിവാദം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയോടും ഭയഭക്തിയും കൊണ്ട് ഉത്തരം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. ഇത് ഞങ്ങളിലുള്ള ഒരു പ്രത്യാശയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള യോഗങ്ങളാണ് ഇവർ സംഘടിപ്പിക്കുന്നത് കൊണ്ട് അതിന് ഉത്തരം പറയുക സൗമ്യതയുടെ ഭാഷയിൽ, ഭയഭക്തിയോടെ, ദൈവ ഭയത്തിൽ നിന്നുകൊണ്ട്, വിശുദ്ധ തിരുവെഴുത്തിനെ ആധാരമാക്കിക്കൊണ്ട് ഉത്തരം പറയുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു യോഗം ക്രമീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, യൂദ സ്ലീഹ പറയുന്നത് വിശുദ്ധന്മാർക്കൊരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അതിന്റെ അർത്ഥം വഴക്കുണ്ടാക്കണമെന്നോ അടിയുണ്ടാക്കണമെന്നോ അല്ല. ദൈവം തമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന തിരുവെഴുത്തിനു വേണ്ടി ജീവൻ പോകുവോളം നിലനിൽക്കുവാൻ പോരാടുവാൻ തിരുവചനം നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. നാം വേദപുസ്തകം പഠിച്ചാൽ ഒന്നാമത് നടന്ന സുന്നകദോസ് കൗൺസിൽ തന്നെ ദുരുപദേശങ്ങൾക്കെതിരായിരുന്നു. നിങ്ങൾക്കറിയാമോ, ക്രിസ്തീയ സഭയുടെ ആരംഭം മുതൽ തന്നെ സഭയ്ക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിശേഷിച്ച് ഉപദേശങ്ങൾക്കെതിരായിട്ട് ശക്തമായ ദുരുപദേശ സംഘടനകൾ ഉടലെടുത്തിട്ടുണ്ട്. അതൊരു പുത്തൻ കഥയല്ല. ക്രിസ്തീയ സഭയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ സഭ സ്ഥാപിക്കപ്പെട്ട കാലം മുതൽ തന്നെ ദൈവസഭയുടെ ഉപദേശങ്ങൾക്കെതിരായി, പ്രവർത്തനങ്ങൾക്കെതിരായി ശക്തമായ എതിർപ്പുകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് സഭ നിലനിന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ആ ദുരുപദേശങ്ങളെ കണ്ടിട്ടും കേട്ടിട്ടും അതിന്റെ മുമ്പിൽ മൗനം പാലിക്കുകയല്ല ആദിമകാലത്തെ ദൈവദാസന്മാർ ചെയ്തത്. നിങ്ങൾക്കറിയാമോ, വിശുദ്ധ വേദപുസ്തകത്തിലെ ലേഖനങ്ങളിൽ, പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ എഴുതപ്പെട്ടിരിക്കുന്ന ലേഖനങ്ങളിൽ ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ ദുരുപദേശ ഖണ്ഡന ലേഖനങ്ങളാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് പോകട്ടെ, നമുക്കതിനകത്ത് കാര്യമില്ലോ എന്നാണ് അവർ ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കൊണ്ടുനടക്കുന്ന പല ലേഖനങ്ങളും നമുക്ക് ലഭിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തക്കയോഗ്യമായ മറുപടി പറയുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. അതോടൊപ്പം തന്നെ സഭാചരിത്രം ഇവിടെ നോക്കിയാലും കൂടിയ എല്ലാ കൗൺസിലുകളും സുന്നഹദോസുകളും
സഭയ്ക്കെതിരെ വന്നുകൂടിയ ദുരുപദേശങ്ങൾക്കെതിരെയാണ്. നിത്യ സുനോദോസ് മുതൽ കൂടിയ പല സുനോദോസുകളും ഇങ്ങനെയുള്ള വിഷയങ്ങളെ ആധാരമാക്കിയാണ് സംസാരിച്ചത്. അതുപോലെ തന്നെ ഇന്നും ഈ സംഭവങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് വാസ്തവം. യഹോവ സാക്ഷികളെ പോലുള്ള ദുരുപദേശ സംഘടനകൾ ഇന്നും എഴുന്നേറ്റ് നിന്നുകൊണ്ട് സഭയ്ക്കെതിരായി അകത്തുനിന്ന് പോരാടുമ്പോൾ പുറത്തുനിന്ന് മറ്റു വിധത്തിലുള്ള പോരാട്ടങ്ങൾ കടന്നു വരുന്നു. അപ്പോൾ ഇവയ്ക്കെല്ലാം മറുപടി പറയുവാൻ നാം ബാധ്യസ്ഥരാണ്. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇങ്ങനെ ഒരു യോഗം ക്രമീകരിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചതും സഹായിച്ചതും ഞങ്ങളുടെ പ്രിയ സഹോദരൻ MM അക്ബറാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനുള്ള പ്രത്യേക നന്ദി ഇത്തരത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. മുസ്ലിം സഹോദരങ്ങളോട് ഞങ്ങൾ ഒരു വാക്ക് പറയട്ടെ. നീച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന സംഘടന നേതൃത്വത്തിൽ നടക്കുന്ന യോഗങ്ങളിൽ അദ്ദേഹം ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ, ക്രിസ്തീയ ഉപദേശത്തിനെതിരായുള്ള ആക്ഷേപങ്ങൾ ഒന്നും പുത്തരിയല്ല. ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യങ്ങളായിരിക്കാം. എന്നാൽ ഇസ്ലാം എന്ന് പറയുന്ന മതം ലോകത്തിൽ ഉടലെടുത്ത കാലം മുതൽ തന്നെ ക്രിസ്തീയ പണ്ഡിതന്മാരും ഇസ്ലാം പണ്ഡിതന്മാരും തമ്മിൽ ഈ വിഷയത്തിൽ വാഗ്വാദങ്ങൾ നടന്നിട്ടുണ്ട്, ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകപ്രസിദ്ധരായ ദേവദാസന്മാർ ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അവർ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരവും നൽകിയിട്ടുണ്ട്, പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് ഈ വിഷയങ്ങൾ ഇപ്പോഴായിരിക്കാം പ്രചാരത്തിൽ വരുന്നത്. അതുകൊണ്ടായിരിക്കാം നമുക്ക് ഈ മറ്റുള്ളവർക്ക് സഹോദരങ്ങൾ പലരും ഈ ഉപദേശങ്ങൾ സംസാരിക്കാൻ വേണ്ടി നീച്ചോപ്രൂപത്തിന് സഹോദരന്മാർ കടന്നിട്ടുണ്ട്, ഞങ്ങളുടെ മണിക്കൂറുകൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവര് ഉന്നയിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് MM അക്ബറിന്റെ പ്രഭാഷണത്തിൽ നിർക്കിച്ചതാണ്. ആ ന്യായങ്ങളും വാദങ്ങളും എല്ലാം ഒന്നും പുത്തനായിട്ട് പുതുമയുള്ളതല്ല, എല്ലാം പഴയ കാര്യങ്ങളാണ്. അത് അവർ ഇപ്പോൾ ഉന്നയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതൊരു പുതിയ കാര്യമായി ഞങ്ങൾ പരിഗണിക്കുന്നില്ല. ഈ വിധത്തിലുള്ള കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് പല സംഘടനകളിൽ നിന്നുണ്ട്, ധാരാളം പേര് പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. എന്നാൽ ബൈബിൾ വീട്ടിലുണ്ടെങ്കിലും ബൈബിൾ വായിക്കാത്ത ധാരാളം ക്രിസ്ത്യ സമ്പന്നന്മാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം മിസ്റ്റർ അക്ബർ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ കേൾക്കുകയും അദ്ദേഹം വാതോരാതെ ബൈബിളിലെ വാക്യങ്ങൾ ഉദ്ധരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, എന്റെ ദൈവമേ, ഇത്രയും വേദപാണ്ഡിത്യമുള്ള ബൈബിൾ അറിവുള്ള ഒരു മനുഷ്യനുണ്ടോ, അദ്ദേഹം പറഞ്ഞതൊക്കെ സത്യമാണ് എന്നൊക്കെ ഒരുപക്ഷെ ധരിക്കുകയും അവർക്കൊരു ആശയക്കുഴപ്പവും തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അദ്ദേഹം നല്ലൊരു ശതമാനം വാക്യങ്ങളും തെറ്റായിട്ടാണ് ഉദ്ധരിക്കുന്നത്. ദുർവ്യാഖ്യാനം നടത്താൻ തെളിവുകൾ ഞാൻ പിന്നീട് പറയാം. എനിക്ക് പിന്നാലെ ദൈവ സംസാരിക്കാൻ വേണ്ടിയുണ്ട്. അദ്ദേഹം അത് കാര്യകാരണ സഹിതം വിവരിക്കുന്നതാണ്. അപ്പോൾ ബൈബിൾ അറിയാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വേദവാക്യമായിട്ടോ അല്ലെങ്കിൽ അത് കൺഫ്യൂഷൻ, തെറ്റിദ്ധാരണയ്ക്ക് ഇടയുണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഈ സത്യങ്ങൾ പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു യോഗം ക്രമീകരിച്ചിരിക്കുന്നത്. മിസ്റ്റർ അക്ബറും കൂട്ടരും ക്രിസ്തീയ വിശ്വാസങ്ങൾക്കെതിരായി ആരോപിച്ച ആക്ഷേപങ്ങൾ ഞങ്ങൾ എല്ലാവരും കേട്ടു. ഈ യോഗത്തിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങൾ സഹിഷ്ണുതയോടെ കേട്ടു. എന്നാൽ അദ്ദേഹം പറഞ്ഞ വാദങ്ങൾ, ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ അതേ നാണയത്തിൽ തിരികെ പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ പ്രതികരിക്കും എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുന്നതാണ്. നിങ്ങൾ പറഞ്ഞതെല്ലാം ഞങ്ങൾ സഹിഷ്ണുത കേട്ടു. ഞങ്ങൾ പറയുന്ന മറുപടി നിങ്ങൾ സഹിഷ്ണുത കേൾക്കണം. ഞങ്ങൾ നിങ്ങളോട് സഹകരിച്ചതിനേക്കാൾ ഉപരിയായി നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം. ഞങ്ങൾ അവിടെ വന്നപ്പോൾ നിങ്ങൾ ഞങ്ങളെ സ്വീകരിച്ചു. നിങ്ങൾ പറഞ്ഞ ന്യായങ്ങൾ, വാദങ്ങളൊക്കെ ഞങ്ങൾ കേട്ടു. അതുകൊണ്ട് തന്നെയാണ് പരസ്യമായ ഒരു യോഗം തന്നെ സംഘടിപ്പിച്ച് അതിന് മറുപടി പറയാമെന്ന് വിചാരിച്ചത്. അതുപോലെ തന്നെ നിങ്ങളും ഞങ്ങളോട് സഹകരിപ്പാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുക. അന്ന് തന്നെ പല സഹോദരങ്ങൾ, നീച്ച് ഓഫ് ട്രൂത്തിന്റെ പല ഈ പെരുമ്പാവൂരുള്ള പല നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ ഒരു പൊതുവായ സംവാദത്തിന്, ഒരു പബ്ലിക് സംവാദത്തിന് വേണ്ടി ക്ഷണിച്ചു. അതിനെ ഞങ്ങൾ ആരും കടന്നിട്ടില്ല, അതിന് റെഡിയാണ്. എന്നാൽ ആദ്യം നിങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞതിന് ശേഷം നിങ്ങൾ പറയുന്ന ഏതൊരു സ്ഥലത്തും ഞങ്ങൾ നേരിട്ട് മുഖാമുഖം സംവാദത്തിന് റെഡിയാണ്. അത് ഞാൻ ആദ്യം അറിയിക്കുകയാണ്. ക്രൈസ്തവ സഹോദരങ്ങൾക്കെതിരെ, ക്രിസ്ത്യാനികൾ ഉപദേശങ്ങൾക്കെതിരെ ഞങ്ങളുടെ സഹോദരൻ അക്ബർ ആരോപിച്ച ആരോപണങ്ങൾ അതുപോലെ തന്നെ മറുപടി പറയാൻ വേണ്ടിയുണ്ട്. ഒരു കാര്യം പറയാം, ലോക ജനസംഖ്യയിൽ ഏറ്റവും അധികം ആളുകൾ വിശ്വസിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. അതിനെ അവർ ബഹുമാനിക്കുന്നു, അതിലുള്ള ദൈവവചനമാണെന്ന് വിശ്വസിക്കുന്നു, അതനുസരിച്ച് ജീവിക്കുന്നു.
മനുഷ്യന് നൽകപ്പെട്ട ഏക ദൈവിക വെളിപ്പാടാണ് വിശുദ്ധ ബൈബിളെന്ന് ഏതൊരു സത്യക്രിസ്ത്യാനി വിശ്വസിക്കുന്നു. അതിനപ്പുറത്തൊരു വെളിപ്പാടിനെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഈ തിരുവഴുത്തെ തിരുത്തിയെന്നും അതിന് തിരുത്തലുകളുണ്ടെന്നും മാനുഷികമായ കൈകടത്തലുണ്ടെന്നുമാണ് അക്ബർ ആരോപിച്ച അതിപ്രധാനമായ ഒരു ആരോപണം. അതുകൊണ്ട് അത് വിശ്വസനീയമല്ല എന്നാണ് അവർ പറയുന്നത്. മാനുഷിക കൈകടത്തലുകൾ കലർന്ന് അതിനെ തിരുത്തലുകൾ സംബന്ധിച്ച ബൈബിൾ അങ്ങനെ വിശ്വസിക്കാൻ പറ്റും? എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, ബൈബിൾ വായിച്ചിട്ടുള്ള വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും ബൈബിളിനോട് ഒരു അക്ഷരം കൂട്ടിച്ചേർക്കാൻ ധൈര്യപ്പെടത്തില്ല. നിങ്ങൾക്കതിന് ഒരു പക്ഷെ മറുപടി തരാനായിരിക്കാം. പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ടല്ലോ, വ്യാഖ്യാനിക്കുന്നുണ്ടാവാം. പക്ഷെ ഒരിക്കലും വിശുദ്ധ തിരുവഴുത്തിനോട് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും കൂട്ടിച്ചേർക്കുവാൻ ദൈവഭയമുള്ള ഒരു ക്രിസ്ത്യാനിക്ക് ഒരിക്കലും സാധ്യമല്ല. കാരണം ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ വചനത്തോട് നീ ഒന്നും കൂട്ടിച്ചേർക്കരുത്. അതിനോട് കൂട്ടിച്ചേർത്താൽ ഞാൻ നിന്നെ വിസ്തരിക്കുകയും നീ കള്ളനായി പിടിക്കപ്പെടുകയും ചെയ്യും. കള്ളൻ എന്നുള്ള പേര് കേൾക്കുവാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? സദൃശ്യവാക്യം 30-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലാണ് ഞാൻ ഈ പറഞ്ഞ വാക്യം നടക്കുന്നത്. വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, ദൂതൻ മാലാഖയാകട്ടെ, മറ്റൊരു സുവിശേഷം, അവർ പ്രസംഗിച്ച സുവിശേഷത്തിന് വിരോധമായി മറ്റൊരു സുവിശേഷം പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്ന മാറ്റമില്ലാത്ത ദൈവവചനത്തിൽ എഴുതിയിരിക്കുമ്പോൾ ദൈവശാപത്തിന് പാത്രീഭൂതരാകുവാൻ ഏതെങ്കിലും ഒരു ക്രൈസ്തവ സഹോദരൻ താല്പര്യപ്പെടുമോ? ഇല്ല, ഒരിക്കലുമില്ല. അതുകൊണ്ട് തിരുത്തൽ ക്രിസ്ത്യാനികൾ ചെയ്തു എന്ന് പറയുന്നത് തെറ്റായ ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാമോ, വിശുദ്ധ ബൈബിളും ഖുറാനും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളുണ്ട്, വൈരുദ്ധ്യങ്ങളുണ്ട്. ബൈബിളില്ലാത്ത ധാരാളം കഥകൾ ഖുറാനകത്തുണ്ട്. ഖുറാൻ എഴുതപ്പെടുന്നതിന് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പാണ് വിശുദ്ധ ബൈബിളിന്റെ ആദ്യ ഭാഗമായ പഞ്ചഗ്രന്ഥങ്ങൾ എഴുതപ്പെടുന്നത്. BC 1500. അതിനുശേഷം AD 400 ശേഷമാണ്, അല്ലെങ്കിൽ 500 അടുപ്പിച്ചാണ് ഇസ്ലാം മതത്തിന്റെ ഉത്ഭവം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ കണക്കൂട്ടിയാൽ തന്നെ ഏകദേശം 2000 വർഷത്തിന്റെ ഗ്യാപ്പ്, വിടവ് ഈ രണ്ട് മതങ്ങൾ തമ്മിലുണ്ട്, ഈ രണ്ട് പുസ്തകങ്ങൾ തമ്മിലുണ്ട്. ചില പുസ്തകങ്ങൾക്ക് അത്രയും കാലഘട്ടം ഇല്ലെങ്കിൽ തന്നെ. അപ്പോൾ ഈ പുസ്തകങ്ങൾ തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, കാര്യമായിട്ടുണ്ട്. യഹൂദന്മാരുടെ വിശുദ്ധ ഗ്രന്ഥമായി, വേദഗ്രന്ഥമായി അംഗീകരിക്കുന്ന പഴയ നിയമം എന്ന് പറയുന്ന 39 പുസ്തകങ്ങളുള്ള പഴയ നിയമത്തിൽ ഇല്ലാത്ത ധാരാളം കാര്യങ്ങൾ ഖുറാനകത്തുണ്ട്. അത് യഹൂദന്മാർ തിരുവെഴുത്തുകളായി അംഗീകരിക്കാത്ത തൽമൂദുകൾ എന്ന് പറയുന്ന ഒരു കൂട്ടം പുസ്തകങ്ങളിൽ നിന്ന് അവർക്ക് ലഭിച്ചതാണ്. അതൊരിക്കലും ദൈവിക ഗ്രന്ഥമായി യഹൂദന്മാർ അംഗീകരിക്കുന്നില്ല, ഞങ്ങളും അംഗീകരിക്കുന്നില്ല. ആ നിലയിൽ വന്ന വൈരുദ്ധ്യങ്ങൾ മാത്രമല്ല, മറ്റു പല സോഴ്സും ഖുറാന്റെ എഴുത്തിൽ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അറിയാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വൈരുദ്ധ്യങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ ആ വൈരുദ്ധ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുറാനകത്തില്ലാത്ത കഥകൾ, ഖുറാനകത്തുള്ള കഥകൾ ബൈബിളിലില്ല. ഈ വൈരുദ്ധ്യങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യുവാൻ വേണ്ടി, മറച്ചു പിടിക്കാൻ വേണ്ടി മുസ്ലിം സഹോദരന്മാർ കണ്ടുപിടിച്ച ഒരു കുറുക്കു വഴിയാണ് ബൈബിൾ തിരുത്തി എന്നുള്ള വാദം. ഞാൻ ചോദിക്കട്ടെ, ബൈബിൾ തിരുത്തിയെന്ന് ഞങ്ങൾ അംഗീകരിച്ചു തരാം. പക്ഷേ നിങ്ങൾ ഞങ്ങൾക്ക് മറുപടിയുള്ള ധാരാളം ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ആരാണ് തിരുത്തിയത്? എന്നാണ് തിരുത്തിയത്? അവർ എന്തിനു വേണ്ടിയാണ് തിരുത്തിയത്? 1-2 നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോഴേക്കും വേദപുസ്തകത്തിന്റെ പുതിയ നിയമത്തിന്റെ ധാരാളം കയ്യെഴുത്തു പ്രതികൾ, ആയിരക്കണക്കിന് കയ്യെഴുത്തു പ്രതികൾ പുറത്തു വന്നു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തി ബൈബിൾ തിരുത്താൻ പോയാൽ ഏത് കോപ്പിയാണ് തിരുത്തുന്നത്? ഒരു കോപ്പി തിരുത്താൻ നടക്കുമോ? ഈ ആയിരക്കണക്കിന് കോപ്പികൾ, നിങ്ങൾക്കറിയാമോ, വേദപുസ്തകത്തിന്റെ ചുരുൾ കോപ്പികൾ അല്ലെങ്കിൽ മാനുസ്ക്രിപ്റ്റ്, കയ്യെഴുത്തു പ്രതികൾ ഇന്ന് സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളതുപോലെ ലോകത്തിലെ ഒരു മതകേന്ദ്രത്തിനും അത്രയും പ്രാചീനമായ ആധികാരിക കയ്യെഴുത്തു പ്രതികൾ ഇല്ല എന്നുള്ളതാണ് ചരിത്ര സത്യം. അത്രയും കൃതികൾ ഇന്ന് നിലനിൽക്കുമ്പോൾ വായിക്കാൻ ഗ്രീക്ക് പണ്ഡിതന്മാർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എബ്രായ ഭാഷ അറിയാവുന്നവരുണ്ടെങ്കിൽ പോയി നോക്കിയാൽ ഈ ചോദ്യത്തിനൊന്നും ആവശ്യമേ ഇല്ല. അത്ര ആധികാരികമായ ഗ്രന്ഥങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഇത്രയും പുസ്തകങ്ങൾ തിരുത്തി എന്ന് പറയുന്നത് ഒരു വിധിതരമാണ്. തിരുത്തി എന്ന് സമ്മതിച്ചാൽ തന്നെ തിരുത്തപ്പെടാത്ത ഒരു കോപ്പി കാണിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്.
ഏത് കോപ്പിയാണ് തിരുത്തിയതെന്ന് നിങ്ങൾ പറയേണ്ടി വരും. മാത്രമല്ല അവർ പറയുന്ന മറ്റൊരു വശം എന്നറിയാമോ? യേശു കർത്താവ് സുവിശേഷം സംസാരിച്ച അരാമ്യ ഭാഷയിലാണ്. പക്ഷേ അപ്പോസ്തലന്മാരുടെ പുസ്തകങ്ങൾ എഴുതിയത് ഗ്രീക്ക് ഭാഷയിലാണ്. അതുകൊണ്ട് എഴുതിയപ്പോൾ തെറ്റിച്ചു. എന്തൊരു ന്യായമാണ്! ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾ ആരെങ്കിലും ഇവിടെ കേൾക്കുന്ന ഈ പ്രഭാഷണം നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ, ഇംഗ്ലീഷ് ഭാഷയിൽ നിങ്ങൾ എഴുതിയെടുത്താൽ അതെങ്ങനെ തെറ്റാവുന്നത്? അതൊരിക്കലും തെറ്റില്ല. അത് വെറുതെ പറയുന്നൊരു ന്യായം മാത്രമാണ്. അല്ല, തിരുത്തിയെന്ന് ഒരു വേള സമ്മതിക്കാം. ഞാൻ ചോദിക്കട്ടെ, ഈ 4 സുവിശേഷന്മാർ ഒരുമിച്ചിരുന്നാണോ തിരുത്തിയത്? എടാ മത്തായി, ഞാൻ തിരുത്താൻ പോവാം, അതുകൊണ്ട് നീയും തിരുത്തണമെന്ന് മർക്കോസ് പറഞ്ഞോ? അത് യോഹന്നാൻ എവിടെ വരുന്ന എഴുതിയപ്പോൾ ഇവര് 3 പേരും കൂടെ കൂട്ടുപിടിച്ച് അവിടെ ചെന്ന് ഈ പുസ്തകം തിരുത്തിയോ? തിരുത്തിയെങ്കിൽ എന്താ തിരുത്തിയത്? തിരുത്തിയ ന്യായമായി പറയുന്നല്ല, ഒരുപോലെ ഇരിക്കണം, ചില വ്യത്യാസമില്ലാത്തതുകൊണ്ട്. അപ്പൊ അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. തിരുത്തൽ ന്യായത്തിന് മറുപടിയില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, തിരുത്തിയെങ്കിൽ എന്തിനാ ഇവർ തിരുത്തിയത്? അവർ കർത്താവിന്റെ കൂടെ നടന്നവരാണ്. യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്: ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും രുചിച്ചതുമായ ജീവന്റെ വചനത്തിന് സാക്ഷികളാണ്. അവർ അവനോടൊപ്പം നടന്ന് അവനിൽ നിന്ന് കേട്ട് അവനിൽ നിന്ന് ഗ്രഹിച്ച് പഠിച്ച് അറിഞ്ഞ അനുഭവ കഥകൾ, സംഭവങ്ങൾ ചരിത്രമായി എഴുതി വെച്ചു. ലൂക്കോസ് പറയുന്ന കുറെ കൂടെ വ്യക്തമാണ്. ലൂക്കോസ് എഴുതി തുടങ്ങുമ്പോൾ പറയുന്നത്, നമ്മുടെ ഇടയിലുള്ള കാര്യങ്ങളെ കുറിച്ച് ആധികാരികമായ ഒരു ലേഖനം എഴുതുവാൻ ഞാൻ ആഗ്രഹിച്ചപ്പോൾ അതിനാവശ്യമുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയി സൂക്ഷ്മമായ പരിശോധന നടത്തിയെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറയുന്നു. ചരിത്രകാരൻ ലൂക്കോസ് ഒരിക്കലും ഒരു കള്ളനല്ല. അദ്ദേഹം ചരിത്രം വളരെ നന്നായി രേഖപ്പെടുത്തിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹം അവർ തിരുത്തിയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ തിരുത്തപ്പെട്ട ആശയങ്ങൾക്ക് വേണ്ടി, അവർ കേട്ട വചനത്തിന് വിരുദ്ധമായി എഴുതി വെച്ച കുറെ ആശയങ്ങൾക്ക് വേണ്ടിയാണോ ഈ അപ്പോസ്തലന്മാർ ജീവനെ ത്യജിച്ചത്? വെറും കെട്ടുകഥകൾക്ക് വേണ്ടി, തിരുത്തപ്പെട്ട കുറെ ആശയങ്ങൾക്ക് വേണ്ടി, സത്യമല്ലാത്ത കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ അവർ ജീവത്യാഗം ചെയ്തുകൊണ്ട് ഈ സുവിശേഷ പ്രസംഗം നടത്തിയത്? തനെ അറുത്തുകളെ കാത്തുനിന്ന മതനേതാക്കന്മാരുടെയും ക്രൂരമായ മൃഗങ്ങളുടെയും വാളുയർത്തുന്ന റോമൻ പട്ടാളക്കാരുടെ മുമ്പിലും തല കുനിക്കാൻ നിന്നുകൊണ്ട് സത്യസുവിശേഷത്തിന്റെ സാക്ഷികളായത് ഒരു കെട്ടുകഥയ്ക്ക് വേണ്ടിയല്ല. പത്രോസ് പറയുന്നത് പോലെ ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടാണ്. ഞങ്ങളും ഈ പ്രഭാഷണം ഇവിടെ നടത്തുന്നത് കെട്ടുകഥകളായിട്ടല്ല, കുറെ തത്വങ്ങളായിട്ടല്ല, കുറെ ആശയ സംഘടനകളല്ല, ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ്. കാര്യങ്ങൾ പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറയണം. ഞാനതുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുക. യേശു ക്രിസ്തുവിന്റെ ദൈവത്വം നിഷേധിക്കുക, അതാണ് മറ്റൊരു ആക്ഷേപം. അതൊരിക്കലും ക്രൈസ്തവർ അംഗീകരിക്കാൻ സാധ്യമല്ല. കാര്യം, യേശു ക്രിസ്തു ദൈവമല്ല എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി മിസ്റ്റർ അക്ബർ എടുക്കുന്ന അതേ ബൈബിളിൽ തന്നെ യേശു ക്രിസ്തു സത്യദൈവവും നിത്യജീവനമാണെന്ന് രേഖപ്പെടുത്തി. അത് അദ്ദേഹം അംഗീകരിക്കില്ല. അത് ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കുവാൻ സാധ്യമല്ല. ഞാൻ പറയട്ടെ, ബൈബിളിലെ വാക്യങ്ങൾ എടുത്തുകൊണ്ട് വളരെ നന്നായ രീതിയിൽ ദുർവ്യാഖ്യാനം നടത്തുവാൻ ഈ അക്ബർ സഹോദരൻ അറിയാം. ഒരു തെളിവ് ഞാൻ പറയാം. അദ്ദേഹം നടത്തിയ ഒരു കാസറ്റിൽ ആരോ ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെയാണ്: മോശ കർത്താവ് പറഞ്ഞൊരു വാക്യം, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ യേശു കേവലം ഒരു മനുഷ്യനാണെങ്കിൽ അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന് യേശു പറഞ്ഞല്ലോ, അതിനെന്ത് വിശദീകരണം നൽകാൻ കഴിയും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ രസകരമായ ഒരു മറുപടിയാണ്. അദ്ദേഹം എങ്ങനെ വാക്യങ്ങളെ ദുർവ്യാഖ്യാനം നടത്തുന്നു എന്നുള്ളത് വളരെ വ്യക്തമായ തെളിവ് നൽകുന്ന ഒരു രീതിയാണ് നമ്മളവിടെ കാണുന്നത്. സദൃശ്യവാക്യം 8-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം മറുപടി പറയുന്നത്. അല്ലെ, ഒരിക്കലാണ് ദൈവം സൃഷ്ടികളുടെ ആരംഭമായി എന്നെ ഉണ്ടാക്കി കൊള്ളാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വ്യാഖ്യാനം കേൾക്കണം. സോളമൻ പറയുകയാണ്, സൃഷ്ടികളുടെ ആരംഭമായി എന്നെ ഉണ്ടാക്കി. ക്രൈസ്തവ സഹോദരങ്ങൾ വിശ്വസിക്കുന്നുവോ സോളമൻ സൃഷ്ടികൾക്ക് മുമ്പ് ഉണ്ടായെന്ന്? ഇല്ല. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? അത് വെറും ഒരു വാചകം മാത്രമാണ്. സോളമൻ സൃഷ്ടിക്ക് മുമ്പുണ്ടായിട്ടില്ല. തെറ്റാണത് സഹോദര. ബൈബിൾ വാക്യങ്ങൾ എനിക്ക് മനസ്സിലായി. അദ്ദേഹം ബൈബിൾ ശരിക്കും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു കാര്യം സത്യമാണ്, ശരിയായും വാക്യങ്ങൾ ആ വേദവാക്യം മാത്രം, അധ്യായം മാത്രം വായിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഒരു വിഡിതർ അദ്ദേഹം ഒരിക്കലും വിളിച്ചു പറയില്ലായിരുന്നു. ഇദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെക്കാൾ ബൈബിളിനെ സംബന്ധിച്ചുള്ള പാപ്പരത്വമാണ് എനിക്കതിൽ മനസ്സിലായത്. നിങ്ങൾ ഓർക്കുക, അവിടെ പറഞ്ഞിരിക്കുന്നത് 8-ാം അധ്യായം വായിച്ചു നോക്കിയാൽ വളരെ വ്യക്തമാണ്. അത്
സലോമോനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമേ അല്ല, ജ്ഞാനത്തെ കുറിച്ചാണ്. 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ വ്യക്തമായിട്ടുള്ള ഞാൻ ജ്ഞാനമാകുന്നു, ജ്ഞാനമാണ് തുടർന്ന് സംസാരിക്കുന്നത്. ജ്ഞാനം സ്വയം പറയുകയാണ്, ദൈവസൃഷ്ടിയുടെ ആരംഭത്തിലെ ഞാനുണ്ട്. ശരിയാണ്, സോളമനുള്ള കാര്യമല്ല പറയുന്നത്. പക്ഷെ അദ്ദേഹം സ്ഥാപിക്കുന്ന സോളമൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ വേദോസം പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തെറ്റായ വ്യാഖ്യാനങ്ങൾ. അതുപോലെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാചകമാണ്, യേശുക്രിസ്തു മദ്യം ഉണ്ടാക്കി. അങ്ങനെ ഒരു പദം ഒരു ബൈബിളിനകത്തുമില്ല. അദ്ദേഹം കണ്ടുപിടിച്ചൊരു പദമാണ് മദ്യം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒത്തിരി വാക്യങ്ങൾ ഉണ്ട്. ഞാനത് പറയുവാൻ സമയം എടുക്കാതെ പോവുകയാണ്. ഇനി എനിക്ക് വളരെ പ്രധാനമായി പറയാനുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകളിന് പിന്മാറാൻ താല്പര്യപ്പെടുക. നീച്ച് ഓഫ് ട്രൂത്തുകാർ പ്രസിദ്ധീകരിച്ച ധാരാളം ട്രാക്കുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിന്റെ ഡയറക്ടർ ആയിരിക്കുന്ന M.M. അക്ബർ എഴുതിയ ഒരു പുസ്തകമുണ്ട്, ബൈബിളിന്റെ ദൈവികത എന്ന് പറഞ്ഞാൽ വേദപുസ്തകം ഒരു കാശിനും കൊള്ളാത്ത ഒരു ചവറാണെന്നുള്ള രീതിയിൽ വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ആ പുസ്തകത്തിൽ. അതേ രീതിയിൽ ഒരു ക്രൈസ്തവനാണ് പുസ്തകം എഴുതിയിരുന്നെങ്കിൽ മുസ്ലിം സഹോദരന്മാർ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. മറ്റൊരു പ്രസിദ്ധീകരണം ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കിക്കാതെ ഈ ബുക്കിലെറ്റ് നീച്ച് ഓഫ് ട്രൂത്ത് പ്രസിദ്ധീകരിച്ചതാണ്. ഈ പുസ്തകത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്, യേശു ക്രിസ്തു വ്യഭിചാരപുത്രൻ, ദൈവപുത്രൻ, മനുഷ്യപുത്രൻ. എന്നെ കാണാൻ വന്ന മുസ്ലിം സഹോദരന്മാർ ഞാൻ ചോദിച്ചു, നീച്ച് ഓഫ് ട്രൂത്തുകാർ ഇറക്കിയ ഈ ബുക്കിലെറ്റ് എന്താണ്? യേശു ക്രിസ്തു വ്യഭിചാരപുത്രൻ. മോശമായി പോയി ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി കേൾക്കണോ? അവർ പറഞ്ഞ മറുപടി ഞങ്ങൾ പറഞ്ഞല്ല, അല്ല യഹൂദന്മാർ പറഞ്ഞ. ഓക്കെ, യഹൂദന്മാർ പറഞ്ഞ. ഞാൻ അതേ വാചകത്തിൽ തിരിച്ചു നിങ്ങളോട് ചോദിക്കട്ടെ, യേശു ക്രിസ്തു വ്യഭിചാരപുത്രനാണെന്ന് ഒരു ട്രാക്ട് നിങ്ങൾ ഇറക്കി, ബുക്കിലേക്ക് ഇറക്കി. ഞങ്ങൾ ആരും പ്രതികരിച്ചില്ല. കരുത്തെടുക്കാനും തറവെട്ടാനും ഒന്നും ഞങ്ങൾ വന്നില്ല. ഞങ്ങൾക്കതിന് പ്രമാണമില്ല സഹോദരങ്ങളെ. പക്ഷേ മോശമായി പോയി. ഇത് ഏത് രീതിയിലാണ് നിങ്ങൾ വ്യാഖ്യാനിച്ചാൽ മോശമായി പോയി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, റുഷ്ദി എഴുതിയ പുസ്തകം സാത്താന്റെ വചനങ്ങളാണ് ഖുർആൻ എന്ന് പറഞ്ഞ അദ്ദേഹം എഴുതുക. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തലയ്ക്ക് വേണ്ടി ഇന്നും നിയമം കിടക്കുക. എന്താണ്? പല കൊന്നുകളയാൻ. അത് ഇസ്ലാം ആധിപത്യമുള്ള ഒരു രാഷ്ട്രത്തിൽ അദ്ദേഹത്തിന് മതത്തിന് വിധിച്ചിരിക്കുക. എവിടെ വെച്ച് കിട്ടിയാലും തട്ടിക്കളയാൻ. കാരണം ഖുർആനെതിരായി തേഞ്ഞു എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ സഹോദരങ്ങളെ, റുഷ്ദി എഴുതിയതാണെന്നും പറഞ്ഞ് ഖുർആൻ സാത്താന്റെ വചനങ്ങൾ എന്നൊരു ഹെഡിങ് ഉണ്ടാക്കി ഒരു ബുക്കിലേക്ക് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? നിങ്ങളുടെ മനസാക്ഷിയോട് നിങ്ങൾ ചോദിച്ചാൽ മതി. യേശു ക്രിസ്തു വ്യഭിചാരപുത്രനാണെന്ന് ആരോ പറഞ്ഞാലും നിങ്ങൾ ബുക്കിലേക്ക് ഇറക്കിയെങ്കിൽ ഞങ്ങൾ തിരിച്ചു ചോദിക്കട്ടെ, മുഹമ്മദ് നബിയെ കുറിച്ച് അതേ ആക്ഷേപം ആരെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ് മുഹമ്മദ് നബി ഒരു വ്യഭിചാരിയാണെന്നോ വ്യഭിചാരപുത്രനാണെന്നോ പറഞ്ഞ് ഞങ്ങളൊരു ബുക്കിലേക്ക് ഇറക്കിയാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് ആയുധമെടുക്കാൻ പ്രമാണമില്ല. മതത്തിന്റെ പേരിൽ മനുഷ്യനെ കൊല്ലുവാൻ ഞങ്ങൾക്ക് പ്രമാണമില്ല. സ്നേഹിക്കുവാനാണ് ഞങ്ങളുടെ ഗുരുനാഥ് നിങ്ങളെ പഠിപ്പിച്ചത്. യേശു സ്ഥാപിച്ച വിപ്ലവം, വീര്യമുറ്റ കരുത്തുറ്റ വിപ്ലവം, അത് രണത്തിന്റെ മണമില്ലാത്തതാണ്. രുതിരം ചൊരിയാത്ത വിപ്ലവമാണ്. അതാരുടെ തലയെടുത്തു നേടിയതല്ല, തല കൊടുത്തു നേടിയതാണ്. ആയിരക്കണക്കിന് ദൈവഭക്തന്മാരുടെ ചൂട് നിണം ചൊരിയപ്പെട്ട് ഈ വിശുദ്ധ സത്യങ്ങൾക്ക് വേണ്ടി ഇന്ന് നിലനിൽക്കുന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങളല്ല ആദ്യമായി ക്രൈസ്തവ സഭയെ ആക്ഷേപിച്ചവർ, നിങ്ങളല്ല എതിരെ പടവാളൂങ്ങിയവർ. ചരിത്രം നോക്കിയാൽ 20 നൂറ്റാണ്ടുകളായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ, രാജ്യതന്ത്രജ്ഞന്മാർ, മിടുക്കന്മാർ, കഴിവുള്ളവർ, അധികാരമുള്ളവർ, ശക്തന്മാർ, ആയുധമേന്തിയവരെല്ലാം അവരുടെ സകല കഴിവും നെഞ്ചും നെറ്റിയും കൊടുത്തവർ ഇതിനെ എതിർത്തിട്ടുണ്ട്. പക്ഷെ ഇന്നും ദൈവസഭ, ക്രിസ്തു സഭ അതിന്റെ ചൈത്രയാത്ര തുടരുകയാണ്. അതിനെ തച്ചുടയ്ക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. നിങ്ങളൊരു 10,000 ഉച്ചഭാഷണികൾ ഈ ഭൂമിയുടെ എല്ലാ ഭാഗത്തും കൊണ്ടുവച്ച് വിളിച്ചു ഘോഷിച്ചാലും ദൈവവചനത്തിന്റെ ആധികാരിക്ക് യാതൊരു വ്യത്യാസവും സംഭവിക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഞങ്ങൾക്കതിൽ യാതൊരു പരിഭവമില്ല. കാര്യം നിങ്ങൾ അടിക്കുന്നതിനനുസരിച്ച് ഇത് ഉയർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കറിയാമോ, ക്രിസ്തു സഭയുടെ ഏറ്റവും വളക്കൂറുള്ള മണ്ണെന്ന് പറയുന്നത് അത് പീഡകളുടെ മണ്ണാണ്, പ്രതികൂലങ്ങളുടെ മണ്ണാണ്. എവിടെയൊക്കെ സഭ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ സഭ ശക്തമായി വളർന്നിട്ടുണ്ട്. എവിടെയൊക്കെ സഭയ്ക്കെതിരെ ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ടോ അവിടെയൊക്കെ സഭ വളർന്നിട്ടുണ്ട്. നിങ്ങളറിയുക, സഭ പണിയുന്നത് ഞങ്ങളല്ല,
സഭയുടെ നാഥനായ യേശു കർത്താവാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. അത് ആർക്കും ശക്തമല്ല. സഹോദരങ്ങളെ, ഞാൻ വീട്ടിക്കൊണ്ട് പോകാതെ ഒത്തിരി കാര്യങ്ങൾ ഇവർ നമ്മുടെ സഭയ്ക്കെതിരായി ആരോപിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാര്യമായ രീതിയിൽ മറുപടി പറയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. മുസ്ലിം സഹോദരന്മാരോട് ഞാനൊരു വാക്കുകൂടെ പറയട്ടെ. നിങ്ങൾ മിസ്റ്റർ എം.എം. അക്ബറും കൂട്ടരും പ്രസംഗിച്ച വചനം കേട്ടു, ആവേശം കൊണ്ടില്ലേ? അതിന്റെ മറുവശം ഞങ്ങൾ പറയാം, നിങ്ങൾ കേൾക്കണം. സത്യം അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ. കാരണം എന്റെ അടുക്കൽ വന്ന സഹോദരന്മാർ എന്നോട് ആദ്യം പറഞ്ഞത് സത്യാന്വേഷകരാണ്. അതുകൊണ്ട് നമുക്ക് സത്യം സംസാരിക്കാം. ഞങ്ങളുടെ സംസാരിക്കാം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ചില മണിക്കൂർ സംസാരിച്ചത്. അപ്പൊ സത്യം അറിയുവാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ വഴിയും സത്യവും ജീവനുമായ യേശുവിനെ ഞങ്ങൾ രാത്രി ഇവിടെ ഉയർത്തുക. ലോകത്തിൽ മറ്റൊരു സത്യം ഇല്ല. ഒരു സത്യമേ ഉള്ളൂ, ദ ട്രൂത്ത്, ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. അത് യേശു കർത്താവാണ്. ആ കർത്താവ് വിശ്വസിക്കുവാൻ ഞങ്ങൾ നിങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ദയവായി നിങ്ങളെ ആരും ഒരു വശം മാത്രം കേൾക്കാതെ രണ്ടു വശവും കേട്ടിട്ട് ന്യായമായ രീതിയിൽ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം, ഇന്ന് ഈ സന്ധ്യാസമയത്ത് ദൈവം സംസാരിക്കുന്ന കഥാദാസിനെ പരിചയപ്പെടുന്ന എനിക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ ആധികാരികമായി രീതിയിൽ അദ്ദേഹം സംസാരിക്കും. എനിക്ക് അദ്ദേഹത്തോട് വളരെ ബഹുമാനമുണ്ട്. ഞങ്ങൾ തമ്മിൽ ചില നാളുകളായി വളരെ പരിചയമുള്ള ഒരു ദൈവദാസനാണ് ഡോക്ടർ ജോൺസൺ സിസിലിൽ. അദ്ദേഹം ഇന്ന് വൈകുന്നേരം ദൈവം സംസാരിക്കുമ്പോൾ എനിക്കുള്ള പ്രത്യേക സന്തോഷം എന്ന് പറയുന്നത്, മിസ്റ്റർ എം.എം. അക്ബറുമായി അദ്ദേഹം മുഖാമുഖ സംവാദം നടത്തിയ വ്യക്തിയാണ്. അതിന്റെ കാസറ്റ് ഈച്ച് ഓഫ് ട്രൂത്തുകാർ ആത്മാർത്ഥമുള്ളവരാണെങ്കിൽ അത് പബ്ലിഷ് ചെയ്യണം. അത് വീഡിയോ പിടിച്ചിട്ടുണ്ട്. അവർ പ്രസിദ്ധീകരിക്കാൻ ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ അതിന്റെ കോപ്പി ഞങ്ങളെ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് ഇന്ന് രാത്രി. അദ്ദേഹം നല്ല അറിയപ്പെടുന്ന ഒരു ദൈവശാസ്ത്രജ്ഞനാണ്. സെക്കുലർ വിധത്തിലും തിയോളജിക്കലും നല്ല വിദ്യാഭ്യാസമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ധാരാളം പുസ്തകങ്ങൾ എഴുതുവാൻ, പല ഗ്രന്ഥങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വളരെ പാണ്ഡിത്യമുള്ള ഒരു ദേവദാസനാണ് എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഈ യോഗത്തിൽ അദ്ദേഹം കടന്നു വന്ന് ഞങ്ങൾ ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഈ മീറ്റിംഗിലേക്ക് അദ്ദേഹം കടന്നു വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് മുമ്പ് ക്ഷണിച്ചിരുന്നു. ഒരിക്കൽ കൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കാം. തുടർന്നുള്ള സമയങ്ങൾ കഥാദാസൻ ബ്രിഗോറുകൾ ദൈവവചനം ഈ പറയപ്പെടുന്ന വിഷയങ്ങൾ ആരും ഇപ്പോൾ സംസാരിക്കും. നാളെ തിരുവട്ട കൃഷ്ണൻകുട്ടി നമ്മളോട് ദൈവം സംസാരിക്കും. ഇദ്ദേഹം എടുക്കുന്ന വിഷയങ്ങളുടെ ബാക്കി ഭാഗം നാളെ നമുക്കിവിടെ കേൾക്കാം. നാളെ കൃത്യം 5 മണിക്കിന് നിങ്ങൾ കടന്നു വരണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം അറിയിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ശ്രദ്ധിക്കണം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ വാക്യം ആരംഭിക്കുന്നു. ഡോക്ടർ ജോൺസൺ സിവിലിൽ വേണ്ടി സാറുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഫൈൻ, ഞാൻ പറഞ്ഞു. അത് വളരെ നല്ല കാര്യമാണല്ലോ. സംശയമുണ്ടെങ്കിൽ സംശയ നിവാരണ ആവശ്യമാണല്ലോ. അവര് ഫിക്സ് ചെയ്തിരുന്ന സമയത്ത് ഏകദേശം 14 വ്യക്തികളാണ് ഒന്നിച്ച് സംശയ നിവാരണത്തിന് വേണ്ടി വന്നത്. ഈ 14 വ്യക്തികളുമായിട്ട് ഏകദേശം 3 മണിക്കൂറോളം അന്ന് സംസാരം നടന്നു. എന്നാൽ സംസാരിച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമായി. അവര് 2 റൗണ്ടായിട്ടാണ് ഇരിക്കുന്നത്. ഒരു റൗണ്ട്, അതിന്റെ പുറകിൽ മറ്റൊരു റൗണ്ട്. പുറകിലിരിക്കുന്നവർ എന്തോ കടലാസ് മറിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് ചെവിയിൽ എന്തോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാന് എന്റെ ജീവിതം മുഴുവൻ ഒരു അധ്യാപകനായിരുന്നു. സംശയം സ്റ്റുഡൻസിനോട് ചോദിക്കുന്നതും സംശയ നിവാരണത്തിന് വേണ്ടി മറുപടി പറയുന്നു, അത് പരിചയമുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ കടലാസ് നോക്കി രഹസ്യമായിട്ട് സംസാരിച്ച് ചെവി പറഞ്ഞു കൊടുത്ത് ചോദ്യം ചോദിക്കുന്ന ഒരു സിസ്റ്റം സത്യാന്വേഷികളുടെ ഇടയ്ക്ക് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി അടുത്ത ഒരു 2.5 മണിക്കൂർ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കി. അതിൽ നിന്ന് വ്യക്തമായത്, അവിടെ വന്നവര് കുറെ നോട്ട്സും കൊണ്ടാണ് വന്നത്. ആ നോട്ട്സ് അവരതിൽ പരസ്പരം ഡിസ്കസ് ചെയ്യുന്നതിൽ ഒരു കാര്യം വ്യക്തമാണ്. സംശയത്തിന് വേണ്ടി അല്ലെ സംശയ നിവാരണത്തിന് വേണ്ടിയല്ല, മറുപടി പറയുന്നതിനെ കൊടുക്കാൻ വേണ്ടിയാണ് വന്നത്. സാരമില്ല, ഏകദേശം 3 മണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞ് അവർ ചോദിച്ചതിന്റെ എല്ലാം മറുപടി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരോടൊന്ന് പോയെന്ന് മാത്രമല്ല, ഒരു റൗണ്ട് കൂടെ സംസാരിക്കണമെന്ന് പറഞ്ഞു. നല്ല കാര്യമാണെന്ന് പറഞ്ഞു. അടുത്ത റൗണ്ട് അവരെക്കാൾ വിഷയത്തിൽ വളരെ പാണ്ഡിത്യമുള്ള ഒരു ഡെലിഗേഷൻ ആയിരുന്നു. 7 പേരുടെ ഒരു ഡെലിഗേഷൻ വന്നു. ഇപ്രാവശ്യം ഈ 2ാമത്തെ ഡിബേറ്റില് അവർ സത്യാന്വേഷികളാണെന്ന് ആദ്യമേ പറഞ്ഞെങ്കിലും
ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മുഖമൂടിയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ശരിയായിട്ട് വേദപുസ്തകത്തെ ആക്രമിച്ചു തുടങ്ങി. ഓക്കെ, നോ പ്രോബ്ലം, ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെയും അവിടെ സംസാരിച്ചു. ഏകദേശം 3 മണിക്കൂർ പിന്നെയും സംസാരിച്ചു കഴിഞ്ഞ് ഇവർ പോയി കഴിഞ്ഞ് അതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ആളുകളുടെ ഒരു ഡെലിഗേഷനെ കോഴിക്കോട്ടുനിന്ന് വരുത്തിയിട്ട് സംസാരത്തിന് വേണ്ടി കൊണ്ടുവന്നു. അതും കഴിഞ്ഞ് ഫൈനലി ഒരു ഡെലിഗേഷനെ വിടുന്നതിന് പകരം നല്ല കഴിവുള്ള ഒരു വ്യക്തിയെ ഇങ്ങോട്ട് കിട്ടും. ആ വ്യക്തിയുമായിട്ട് ഒരു മണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വ്യക്തി പറഞ്ഞു, എന്റെ സാറേ, ഒരു കാര്യം ക്ലിയർ ആണ്, സാറിനെ മുസ്ലിം ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്, എന്നാൽ അതേതായാലും നടക്കത്തില്ലെന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ എന്റെ ലൈഫില് ഇങ്ങനെയുള്ള ഡിബേറ്റ്സിലൊന്നും അങ്ങനെ തോറ്റിട്ടില്ല. നിങ്ങളോടൊക്കെ ചോദിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാക്കിയ ഒരു ചോദ്യങ്ങളുടെ സെറ്റ് തന്നെ എന്റെ കയ്യിൽ ഉണ്ടല്ലോ എന്ന്. അതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. ആ വ്യക്തി ആ സെറ്റ് എന്റെ കയ്യിൽ തരികയും ഞാനത് ബൈബിൾ സ്കൂളിലുള്ള എന്റെ സ്റ്റുഡൻസിന്റെ കൊടുക്കുകയും സ്റ്റുഡൻസ് ഇമ്മീഡിയറ്റ്ലി അതുകൊണ്ട് ഫോട്ടോ കോപ്പി എടുത്ത് ഞങ്ങൾ തിരിച്ചു കൊടുത്തു. ഞങ്ങളത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അനലൈസ് ചെയ്തു. അനലൈസ് ചെയ്തതിൽ നിന്ന് എന്റെ സംശയം അത് കൺഫേം ആയി. ഈ സത്യാന്വേഷികൾ എന്ന് പറഞ്ഞ് വരുന്ന ആളുകൾ സത്യം അറിയുവാൻ വേണ്ടിയല്ല, ഒരു ഗുരില്ല യുദ്ധത്തിന് വേണ്ടിയാണ് ക്രിസ്ത്യാനികളെ സമീപിക്കുന്നത്. ഈ ഗുരില്ല യുദ്ധത്തിന്റെ ആവശ്യം വരുന്നത് ശരിയായ യുദ്ധത്തിൽ ജയിക്കത്തില്ല എന്ന് മനസ്സിലാകുമ്പോഴാണ് ഈ ഗുരില്ല യുദ്ധത്തിന് ആളുകൾ ഏർപ്പെടുന്നത്. എക്സാക്ട്ലി ആ ഗുരില്ല യുദ്ധത്തിന്റെ എല്ലാ രീതിയിലുള്ള സമര തന്ത്രങ്ങളാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി. എന്നിട്ടും ഞാൻ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്റെ മുസ്ലിം സുഹൃത്തുക്കൾ. അവര് ക്ഷീണിച്ചില്ല. അവർ പറഞ്ഞു, സാറേ, ഒരാളുമായിട്ടുള്ള ഒരു ഡിബേറ്റ് നടത്തണം. ഓക്കെ, ഞാൻ പറഞ്ഞു, ഡിബേറ്റ് നടത്താം. അങ്ങനെ അവരുടെ തുറപ്പായിട്ട് ഏറ്റവും ലാസ്റ്റില് ഡിബേറ്റിന് വേണ്ടി കൊണ്ടുവന്നതാണ് മിസ്റ്റർ MM അക്ബർ. അപ്പം എന്റെ യുവ സഹോദരൻ അക്ബറിനെ ഡിബേറ്റിന് വേണ്ടി കൊണ്ടുവരുന്നതിന് മുൻപ് അവര് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതെല്ലാം പറഞ്ഞ് പ്രിപ്പയർ ചെയ്ത് ഡിബേറ്റിന് വേണ്ടി കൊണ്ടുവന്ന് ഞാനും ഒരു കണ്ടീഷൻ വെച്ചിരുന്നു. കണ്ടീഷൻ ഇതായിരുന്നു, ഒരു ഓഡിയൻസിനെ വിളിച്ച് അവരുടെ മുൻപിൽ ചുമ്മാതെ ചില പ്രസംഗങ്ങൾ നടത്തി വാക്ചാതുര്യം കൊണ്ട് മനുഷ്യനെ മയക്കി അല്ലെങ്കിൽ മനുഷ്യരെ വെട്ടിയാക്കിയിട്ട് ഞാൻ ജയിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു കോർട്ടിൽ അല്ലെങ്കിൽ ഒരു കോടതിയിൽ തെളിവിന് വേണ്ടി വാദിയും പ്രതിവാദിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിസ്തരിക്കുന്ന രീതിയിൽ നമുക്ക് വിസ്തരിക്കാം. മിസ്റ്റർ അക്ബർ എന്നെ വിസ്തരിക്കട്ടെ, ഞാൻ മിസ്റ്റർ അക്ബറിനെ വിസ്തരിക്കട്ടെ. അങ്ങനെ വിസ്തരിച്ചിട്ട് സത്യം എവിടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം അവർ സമ്മതിച്ചില്ല. എന്നാൽ പല പ്രാവശ്യം അങ്ങനെ മാത്രമേ ഡിബേറ്റിന് ചെയ്യാൻ തയ്യാറുള്ളൂ. ഫസ്റ്റ് റൗണ്ട് അങ്ങനെയുള്ളെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തയ്യാറായി. ചില മാസങ്ങൾക്ക് മുൻപ് ബൈബിളിന്റെ ദൈവികതയിൽ ഞാൻ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഞാനും എന്റെ യുവ സഹോദരൻ മിസ്റ്റർ MM അക്ബറും തമ്മിലൊരു ഡിബേറ്റ് നടന്നു. ഈ വാദപ്രതിവാദത്തിന് തൊട്ടു മുൻപ് പത്തനംതിട്ട നടന്ന മീറ്റിംഗിൽ, അത് മുസ്ലിംസ് അറേഞ്ച് ചെയ്ത മീറ്റിംഗിൽ അക്ബർ മാത്രം വൺ സൈഡഡ് ആയിട്ട് പ്രസംഗിച്ചതിന്റെ വീഡിയോയും കാസറ്റും അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഞാനുമായിട്ട് ഈ ഡിബേറ്റ് നടന്ന് അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മാവേലിക്കര ഏരിയ നടന്നതിന്റെ ഡിബേറ്റ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി പറഞ്ഞതുപോലെ ഞങ്ങൾ തമ്മിൽ നടന്ന ആ 3 മണിക്കൂറിന്റെ വീഡിയോ ഇന്ന് വരെ മിസ്റ്റർ അക്ബറോ നീച്ച് ഓഫ് ട്രൂത്തുകാരോ റിലീസ് ചെയ്തിട്ടില്ല, പബ്ലിക്കിന് വിട്ടുകൊടുത്തിട്ടില്ല. ഞാൻ എന്റെ വിഷയത്തിൽ കടക്കുന്നതിന് മുൻപ് എന്നെ കേൾക്കുന്ന മുസ്ലിം സഖാക്കളോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കാശ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രസ്ഥാനം, മുസ്ലിംസിന് വേണ്ടി ക്രിസ്ത്യാനികളെ പിടിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനം, അതിനുവേണ്ടി നടത്തുന്ന ശ്രമം, ആ ശ്രമത്തിന്റെ ഭാഗമായിട്ട് നടന്ന ഡിബേറ്റിന്റെ വീഡിയോ ടേപ്പ് എന്തുകൊണ്ട് റിലീസ് ചെയ്യുന്നില്ലെന്നുള്ളത് നിങ്ങൾ ചോദിക്കേണ്ടതാണ്. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഫ്രണ്ട്സ് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ വീഡിയോ ടേപ്പ് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടും അത് റിലീസ് ചെയ്യുന്നില്ലെങ്കിൽ അത് കാണാൻ താല്പര്യമുള്ളവരെ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ തയ്യാറാണ്. എന്റെ ഇതിലുള്ള സംഘാടകരിലെ പലരും ആ ടേപ്പ് വന്ന് കണ്ടിട്ടുള്ളതാണ്. എന്തുകൊണ്ട് അത് റിലീസ് ചെയ്യുന്നില്ല എന്നുള്ളതൊരു മർമ്മമാണ്, നിങ്ങൾക്കൊരു മർമ്മമാണ് എന്ന് അതിന്റെ കാരണം ഞാനിവിടെ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് വ്യക്തമാകുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കഴിഞ്ഞ ഈ 6 വർഷം സത്യാന്വേഷികളാണെന്നും പറഞ്ഞ് എന്റെ അടുത്ത് വന്ന ആ സഹോദരങ്ങൾ തൊട്ട് ഞാനുമായിട്ട് ഫൈനൽ ഡിബേറ്റ് നടത്തിയ മിസ്റ്റർ MM അക്ബർ വരെ സത്യാന്വേഷികളല്ല, വെറും ബലപ്രയോഗത്തിന് വേണ്ടി അല്ലെ ശക്തി പരീക്ഷണത്തിന് വേണ്ടി വന്നവരാണ്.
ഈ ശക്തി പരീക്ഷണത്തിന്റെ ഫൈനൽ സ്റ്റേജ് ആയിരുന്നു ഞാനും അക്ബറുമായിട്ടുള്ള സംസാരം. ആ സംസാരം ഏകദേശം 3 മണിക്കൂർ നീണ്ടു നിന്നിട്ടും അവർ ജയിക്കുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മധ്യസ്ഥനായിട്ട് നിന്ന താഹ എന്ന് പറഞ്ഞ യുവ സഹോദരൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞ്, എന്റെ സാറെ, ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാല് ഈ വാദപ്രതിവാദം അങ്ങോട്ട് നീളത്തിലുള്ളൂ, ഞങ്ങൾ ഇവിടെ വന്ന ഉദ്ദേശം ഞങ്ങൾക്ക് നടക്കത്തില്ല. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ വന്നത് ബൈബിളിന്റെ ദൈവികതയെ കുറിച്ച് കേൾക്കാനൊന്നുമല്ല, ബൈബിളിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് കേൾക്കാനൊന്നുമല്ല, നേരെ മറിച്ച് ബൈബിൾ ദൈവിക ഗ്രന്ഥമല്ല എന്ന് തെളിയിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. താല്പര്യമുള്ളവർക്ക് വീഡിയോ ടേപ്പ് കാണിച്ചു തരാം. താഹ ആ സംസാരിച്ച് ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചപ്പോ, കഴിഞ്ഞ 6 വർഷം നിങ്ങൾ എന്നോട് പറഞ്ഞത് ഭോഷ്കല്ലായിരുന്നു, സത്യാന്വേഷികളെന്ന് പറഞ്ഞു. നിങ്ങൾ എന്നെ സമീപിച്ചു, അല്ല ബലപരീക്ഷണത്തിന് വേണ്ടിയാണ്, ശക്തി പരീക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അല്ല എന്ന് പറഞ്ഞു. ഫൈനലി ശക്തി പരീക്ഷണം നടന്ന് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോയി, അല്ലേ ഞങ്ങൾ വന്നതിന്റെ പർപ്പസ് ഇന്നതായിരുന്നത്. ആ വീഡിയോ ടേപ്പ് അവർ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ഡിബേറ്റിന്റെ ഫൈനൽ സ്റ്റേജിൽ അവർ തന്നെ ആവശ്യപ്പെട്ടു, ഈ രീതിയിലുള്ള വാദപ്രതിവാദത്തിന് ഞങ്ങൾ തയ്യാറല്ല. ഒരു വാദിയും പ്രതിയും കോർട്ടിൽ പരസ്പരം ഡിബേറ്റ് ചെയ്ത് വിസ്തരിച്ച് സത്യം എന്താണെന്ന് വെളിയിൽ കൊണ്ടുവരുന്ന രീതിയിൽ സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അങ്ങനെ തന്നെ സാറ് ഡിബേറ്റിന് തയ്യാറാണെങ്കിൽ ഞങ്ങൾ ഇന്ന് പ്രിപ്പയർഡ് അല്ല, ഞങ്ങൾക്ക് വേറെ ഒരു ഡേറ്റ് തരണമെന്ന് പറഞ്ഞ് അവര് അവിടുന്ന് വൈൻഡപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. ആ വൈൻഡപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ സഹോദരങ്ങളിൽ ആരും ഡിബേറ്റിന്റെ ഡേറ്റിന് വേണ്ടി എന്നെ ഇതുവരെ സമീപിച്ചിട്ടില്ല. പത്തനംതിട്ടയുള്ള മുസ്ലിം സഹോദരങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങളുമായിട്ട് ഡിബേറ്റിന് താല്പര്യം കാണിക്കുന്നില്ല. അതിലുപരി ഇന്ന് വരെ ഈ 3 മണിക്കൂർ നീളമുള്ള വീഡിയോ അവർ റിലീസ് ചെയ്തിട്ടില്ല. ഈ പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. കാരണം നിങ്ങളുടെ ആളുകൾ നിങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നെങ്കിൽ ഇത് മറച്ചു വെക്കുന്നതിന്റെ പുറകെയുള്ള കാരണം എന്താണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു വ്യക്തി സത്യം മാത്രമേ സംസാരിക്കുന്നുള്ളൂ എങ്കിൽ ആ വ്യക്തിക്ക് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നടത്തിയ ഡിബേറ്റ്സ് ഒന്നും ഞങ്ങൾ ടേപ്പൊന്നും ഒളിച്ചു വെച്ചിട്ടില്ല. രഹസ്യമായിട്ട് ഡിബേറ്റ് നടത്തിയിട്ട് അതിന്റെ റിസൾട്ട് ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല. എല്ലാം പബ്ലിക്കിന്റെ മുമ്പിലാണ്. പബ്ലിക്കിന് അത് വേണ്ട രീതിയിൽ ശരിയായിട്ട് അത് പരിശോധിച്ചു നോക്കാൻ വേണ്ടിയുള്ള ഫ്രീഡം ഉണ്ട്. എന്നാൽ നടന്ന ഒരു ഡിബേറ്റിന്റെ ഇൻഫർമേഷൻ ഒരാളെ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണെന്നുള്ളത് ചിന്തിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ഗുരില്ല യുദ്ധം എന്നുള്ളൊരു വാക്ക് ഞാനിവിടെ ഉപയോഗിച്ചിരുന്നു. ബൈബിളിനെതിരെ ഈ ഗുരില്ല യുദ്ധം പ്രഖ്യാപിക്കേണ്ടതിന്റെ ആവശ്യകത എന്തായിരുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ബൈബിളിലുള്ള പഴയ നിയമവും പുതിയ നിയമവും, അല്ലെങ്കിൽ തോര, സബൂർ, ഇഞ്ചീൽ, ഇത് ദൈവാത്മാവിന്റെ പ്രേരണയാൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളായതുകൊണ്ട് മനുഷ്യനെ അവന്റെ സ്വന്തം ബുദ്ധിയും കൊണ്ടോ കഴിവും കൊണ്ടോ ഈ ഗ്രന്ഥത്തിന് എതിരെ യാതൊരു രീതിയിലും വാദിക്കുവാനോ യാതൊരു രീതിയിലുള്ള കാര്യങ്ങൾ സ്ഥാപിക്കുവാനോ സാധിക്കത്തില്ല. അങ്ങനെ മുഖാമുഖമായിട്ടുള്ള യുദ്ധത്തിൽ, ബൈബിളിനെതിരെയുള്ള ഈ യുദ്ധത്തിൽ തോൽക്കുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഈ മുസ്ലിം സുഹൃത്തുക്കൾ ഈ ഗുരില്ല യുദ്ധത്തിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ ഗുരില്ല യുദ്ധത്തിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ ആക്ച്വൽ യുദ്ധത്തിലാണെങ്കിലും വാക്കാലുള്ള യുദ്ധത്തിലാണെങ്കിലും അതിനുവേണ്ടി ചില സ്റ്റാൻഡേർഡ് തന്ത്രങ്ങളുണ്ട്. ഈ തന്ത്രങ്ങൾ കഴിഞ്ഞ 200 വർഷങ്ങളിൽ വളരെയധികം ശരിയായിട്ട് തന്നെ പരിഷ്കരിച്ചു തന്നെ എടുത്തിട്ടുണ്ട്. അതിലെ ചില തന്ത്രങ്ങളാണ് ഈ ഫ്രണ്ട്സ് ഉപയോഗിക്കുന്നത്. അതിനെ 3 രീതിയിൽ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതാദ്യമായിട്ട് ഞാൻ ഇവർ ഏത് തന്ത്രമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്, സാമൂഹ്യ തലത്തിലുള്ള ചില തന്ത്രങ്ങളാണ് ഇവർ ഉപയോഗിക്കുന്നത്. രണ്ടാമത്, പ്രസംഗവേദിയിലുള്ള ചില അഭ്യാസങ്ങളും തന്ത്രങ്ങളും ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. 3, സംവാദത്തിൽ ഇവർ ചില രീതിയിലുള്ള തന്ത്രങ്ങൾ കാണിക്കുന്നു. ഈ 3 രീതിയിലുള്ള തന്ത്രങ്ങൾ മനസ്സിലായെങ്കിൽ മാത്രമേ ഇവർ എന്താണ് ഈ ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമാകത്തുള്ളൂ. അതിൽ ആദ്യമായിട്ട് സാമൂഹ്യ തലത്തിലുള്ള തന്ത്രങ്ങൾ എന്താണെന്നുള്ളത് നാം ഒന്നറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. സാമൂഹ്യ തലത്തിൽ ഇവർ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഈ ഗുരില്ല യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാമത്തെ തന്ത്രം, ക്രിസ്ത്യവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നവരും അതുപോലെ ഇങ്ങനെ മൈതാനത്തിലൊക്കെ മീറ്റിംഗ് നടത്തി ക്രിസ്ത്യൻ ബൈബിളിനെ കുറിച്ച് ചോദ്യം ചെയ്യുന്നവരൊക്കെ ഇവരെ ബൈബിളിലും എഡ്യൂക്കേഷന്റെ കാര്യത്തിലും ബൈബിൾ എഴുതപ്പെട്ട മൂലഭാഷകളിലും സംസ്കൃതത്തിലും ഗ്രീക്കിലും എബ്രായ ഭാഷയിലും വലിയ അഗാധ പണ്ഡിതമുള്ളവരാണെന്നുള്ള ഒരു ധാരണ ജനറൽ പബ്ലിക്കിന് കൊടുക്കുന്നു. ഈ ഡിബേറ്റ് നടക്കുന്നതിന് മുൻപ് തന്നെ ഈ ഐഡിയ അങ്ങ് പബ്ലിക്കിന്റെ ഇടയ്ക്ക് അങ്ങ് സ്പ്രെഡ് ചെയ്യുകയാണ്. അപ്പൊ പബ്ലിക് അവിടെ വരുമ്പോൾ
ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല. ആൾ വന്ന് നേരെ അങ്ങ് സംസാരിക്കുകയാണ്. അവർ കേട്ട കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ഓർക്കുന്നു. ഈ നിൽക്കുന്ന ആള് സംസ്കൃതത്തിന്റെ വലിയ പണ്ഡിതനാണ്, ഗ്രീക്കിന്റെ വലിയ പണ്ഡിതനാണ്, എബ്രായ ഭാഷയുടെ വലിയ പണ്ഡിതനാണ്, ഭയങ്കര പഠിത്തമുള്ള ആളാണ്. ഈ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയൊക്കെ കൂടുതൽ അറിയാമായിരിക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് അവർ കൊടുക്കുന്നത്. എം.എ. അക്ബറുമായിട്ടുള്ള എന്റെ ഡിബേറ്റിന് തൊട്ട് മുൻപ് പത്തനംതിട്ടയുള്ള പല മുസ്ലിം ഫ്രണ്ട്സ് അവിടെ എല്ലാം പ്രചരിപ്പിച്ച ഒരു കാര്യമാണ്. അവരെല്ലാം വന്ന് എന്റെ സ്റ്റുഡൻസിനോട് ചോദിച്ചു, ജോൺസൺ സാറിന് എന്ത് പഠിത്തമുണ്ടെന്നുള്ള സ്റ്റുഡൻസ് പറഞ്ഞു. ഓ അത് ശരി, ഞങ്ങളുടെ ഡിബേറ്റിന് വേണ്ടി സാറിന് അഗൈൻസ്റ്റ് ഇറക്കാൻ പോകുന്ന എം.എ. അക്ബർ ഫിസിക്സ് ആണ് പഠിച്ചിരിക്കുന്നത്, ഫിസിക്സിൽ MSc ആണ്. ഞങ്ങൾ തമ്മിലുള്ള ഡിബേറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു സ്റ്റേജിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് വീഡിയോ ടേപ്പിലുണ്ട്, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ഈ വീഡിയോ ടേപ്പ് റിലീസ് ചെയ്യാൻ വേണ്ടി നിച്ച് ഓഫ് ട്രൂത്തിൽ നിങ്ങൾ ആവശ്യപ്പെടേണ്ടതാണ്. ആ വീഡിയോ ടേപ്പിൽ ഞാൻ ചോദിച്ചു, സഹോദരന് MSc ഫിസിക്സ് ആണെന്ന് കേൾക്കുന്നത് സത്യമാണോ? മറുപടി പറഞ്ഞു ഇമ്മീഡിയറ്റ്ലി. ഞാൻ ചോദിച്ചു, കാരണം ഫിസിക്സ് എന്റെ സബ്ജക്റ്റാണ്, എന്റെ സബ്ജക്റ്റുമാണ്, എന്താണ് സ്പെഷ്യലൈസേഷൻ? അന്നേരം ഇമ്മീഡിയറ്റ്ലി മറുപടി പറഞ്ഞു, സോറി, ഞാൻ ഒരു ഗ്രാജുവേറ്റ് മാത്രമാണ്. പുൾപിറ്റിൽ വരുന്നതിന് മുൻപ് ഒരു വ്യക്തിയുടെ പാണ്ഡിത്യത്തെ കുറിച്ച് ഇങ്ങനെ കൃത്രിമമായിട്ട് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഇറക്കി ആ വ്യക്തിയെ വലുതായി അവതരിപ്പിച്ചിറക്കേണ്ട ആവശ്യം എന്താണ്? ഗുരുല്ല യുദ്ധത്തിന്റെ ഒരു തന്ത്രമാണ്. ആദ്യമേ നമുക്ക് എതിരെയുള്ള ആളുകളെ ഒന്ന് പേടിപ്പിക്കുക, അവരുടെ മനസ്സിൽ ഭീതി വന്നു കഴിഞ്ഞാൽ പിന്നെ യുദ്ധത്തിന് വേണ്ട ആ ധൈര്യം അവർക്കുണ്ടാകത്തില്ല. ഈ ഡിബേറ്റ് കഴിഞ്ഞും പലരും വന്ന് എന്റെ സ്റ്റുഡൻസിനോടൊക്കെ പറഞ്ഞു, ഓ ആ ഡിബേറ്റ് നടന്നു, ഞങ്ങളുടെ നിങ്ങളെ സാറിനെ ഒക്കെ തോപ്പിച്ചു. സ്റ്റുഡൻസ് എല്ലാം മറുപടി പറഞ്ഞല്ലോ, ഞങ്ങൾ വീഡിയോ ടേപ്പ് കണ്ട, നിങ്ങൾ വീഡിയോ ടേപ്പ് കണ്ടതാണോ? അതിന് മറുപടിയില്ല. ഇതേ ഡിബേറ്റ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇവരിൽ ചിലര്, അതുപോലെ തന്നെ ഇവിടെ നടന്ന രീതിയിലുള്ള മീറ്റിംഗ്സിലെ ഇവരിൽ ചിലര് ബൈബിളിൽ നിന്നുള്ള ഉദ്ധരണികളൊക്കെ എടുത്തിട്ട് ഗ്രീക്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, സംസ്കൃതത്തിലുള്ള പദങ്ങളും ചിലർ ഉദ്ധരിക്കാറുണ്ട്, എബ്രായ ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ആളുകൾ പേടിച്ചു പോവുകയാണ്. ഞാനും അക്ബറും തമ്മിലുള്ള ഡിബേറ്റ് നടന്ന് അത് കഴിഞ്ഞ് എന്റെ ഒരു ക്രിസ്ത്യൻ ഫ്രണ്ട് തന്നെ എന്നോട് വന്നത്, അച്ഛ ഈ അക്ബറിനെ ഇവിടെ കൊണ്ടുവന്ന യുവ സഹോദരന്മാരിൽ ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു, എന്റെ വീട്ടിലുണ്ട് ഗ്രീക്ക് ന്യൂ ടെസ്റ്റ്മെന്റ്. അപ്പം ആ ക്രിസ്ത്യൻ യുവാവ് എന്നോട് പറഞ്ഞു, അച്ഛ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പേടിച്ചുപോയി, കാരണം ഗ്രീക്കിന്റെ അക്ഷരമാല പോലും ഞാൻ പഠിച്ചിട്ടില്ല. അപ്പൊ ഇവരെ ക്രിസ്ത്യ വിശ്വാസത്തിനെതിരെ സംസാരിക്കുന്നത് ഇവർ ചിലപ്പോൾ ഗ്രീക്ക് ശരിയായിട്ട് പഠിച്ചു കാണും. ഇവരെ ഗ്രീക്ക് ന്യൂ ടെസ്റ്റ്മെന്റ് എങ്ങാനും കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കറങ്ങിപ്പോ. അതുകൊണ്ട് ഈ സഹോദരനെ ഗ്രീക്ക് അറിയാമെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പിന്നെ പുള്ളിയോട് മിണ്ടാറില്ല. ഇന്നാണ് മനസ്സിലായ വസ്തുത എന്താണെന്ന്. വസ്തുത എങ്ങനെയാണ് മനസ്സിലായത്? ഞങ്ങൾ തമ്മിൽ നടന്ന ഡിബേറ്റില് ഗ്രീക്കിന്റെ ന്യൂ ടെസ്റ്റ്മെന്റും ഗ്രീക്കിലുള്ള വേദപുസ്തകവും എബ്രായ ഭാഷയിലുള്ളതും അറബിക് ഭാഷയിലുള്ളതും ഞങ്ങൾ അവിടെ വെച്ചിരുന്നു. അത് വന്ന് കൈകാര്യം ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു നിബന്ധനയോട് അവർക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ഇവരാരും വന്ന് അത് തൊട്ടു നോക്കിയില്ല. എന്താണ് ഗ്രീക്കിൽ ഇന്നത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നതും ഗ്രീക്കിന്റെ ന്യൂ ടെസ്റ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു പേജ് അത് വായിച്ച് ഇതിന്റെ അർത്ഥം പറഞ്ഞാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ ഡിഫറൻസ് ആണ്. അത് മനസ്സിലാക്കി ഇവരാരും തൊട്ടില്ല. അപ്പൊ അങ്ങനെ സാമൂഹ്യ തലത്തിൽ വലിയൊരു ഫ്രോഡ് നടക്കുന്നുണ്ട്. ക്രിസ്ത്യ വിശ്വാസത്തിനെതിരെ ആർഗ്യൂ ചെയ്യുന്ന ആളുകള് ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ ബൈബിൾ അറിയുന്നു, ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ ഗ്രീക്ക് പഠിച്ചിട്ടുണ്ട്, ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ ഹീബ്രു പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇവരോടൊന്നും മിണ്ടരുത്, ഇവർ ചോദ്യങ്ങളെ സൈലന്റ് ആക്കുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ, ഒരു ഫ്രോഡ് നടക്കുന്നുണ്ട്. ആ ഫ്രോഡ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ ഫ്രോഡ് നടത്താൻ വേണ്ടി ഇവർ ചില ക്രിസ്ത്യാനികളെ കൂട്ടുപിടിക്കുന്നുണ്ട്. അത് ഞാൻ പിന്നെ പറയുന്നതായിരിക്കും. ഇവരിരിക്കുന്ന ക്രിസ്ത്യൻസിനോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വീടുകളിൽ ഇങ്ങനെയുള്ള ആളുകൾ വന്ന് ബൈബിളിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഗ്രീക്കിൽ ഇന്നതുപോലെ പറഞ്ഞിട്ടുണ്ട്, ഹിബ്രു ലാംഗ്വേജിൽ ഇന്നതുപോലെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ യേശു ക്രിസ്തു ഇന്നതുപോലെ ഒരു വ്യക്തിയെ വിടുന്നതായിരിക്കും. പാരാക്ലേറ്റോസ് എന്ന് പറഞ്ഞതിന്റെ അല്ലെങ്കിൽ ഒരു സഹായകൻ എന്നുള്ളതിന്റെ ഗ്രീക്കിൽ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നിങ്ങളിൽ പലരും മറുപടി പറയാൻ വിഷമിക്കാറുണ്ട്. ഈ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 3 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച് ഒരു എൻവലപ്പ് ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പത്തനംതിട്ട എന്നുള്ള പേരിൽ അയച്ചു തന്നാല് എബ്രായ ബൈബിളും ഗ്രീക്ക് ന്യൂ ടെസ്റ്റ്മെന്റിൽ നിന്നുള്ള ഓരോ പേജ് ഫോട്ടോ കോപ്പി എടുത്ത് ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും.
അത് നിങ്ങൾക്ക് നല്ലതുപോലെ പരിചയമുള്ള ഒരു ദൈവഭാഗത്തിൽ നിന്നുള്ള ഒരു ഫോട്ടോ കോപ്പി ആയിരിക്കും ഞങ്ങൾ അയച്ചു തരേണ്ടത്. ഈ ഫോട്ടോ കോപ്പി അവരെ കാണിച്ചിട്ട്, ഓക്കെ, നിങ്ങൾ ഗ്രീക്കിൽ പാണ്ഡിത്യമുള്ളവരല്ലേ, എബ്രായ ഭാഷയിൽ പാണ്ഡിത്യമുള്ളവരല്ലേ, ഇതൊന്ന് വായിച്ചിട്ട് ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തന്നാൽ എന്ന് പറഞ്ഞാൽ ഇവരെത്ര പാണ്ഡിത്യമുള്ളവരാണ് എന്നുള്ളത് വളരെയധികം വ്യക്തമാകുന്നതായിരിക്കും. അങ്ങനെ സാമൂഹ്യ തലത്തിൽ ഇവർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണിത്. പുൾപിറ്റിൽ ചില തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പുൾപിറ്റിൽ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളിൽ ഒന്ന്, ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് നിന്ന് സെലക്ട് ചെയ്ത ചില ആളുകളെ മാത്രം വിളിച്ചുകൊണ്ടിരിക, എന്നിട്ട് അവരുമായിട്ട് വാദപ്രതിവാദം നടത്തുക. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്രിസ്ത്യാനികളും ഒരേ രീതിയിലുള്ള ക്രിസ്ത്യാനികളല്ല. ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് തന്നെ 4 കാറ്റഗറീസ് ഉണ്ട്. ബൈബിള് തന്നെ 4 കാറ്റഗറീസ് ആയിട്ട് ഇവരെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ബൈബിൾ പറയുന്ന 1 സത്യ ക്രിസ്ത്യാനികളുണ്ട്, 2 മൂഢന്മാരായ ക്രിസ്ത്യാനികളുണ്ട്, 3 നായ എന്ന് തന്നെ അഭിസംബോധന ചെയ്യേണ്ട ആവശ്യമുള്ള ക്രിസ്ത്യാനികളുണ്ട്, 4 പന്നി എന്ന് അഭിസംബോധന ചെയ്യേണ്ട ക്രിസ്ത്യാനികളുണ്ട്. അപ്പൊ അങ്ങനെ ബൈബിൾ തന്നെ പറയുന്ന ക്രിസ്ത്യാനികൾ 4 രീതിയിലുള്ളതുണ്ട്. 1 സത്യ ക്രിസ്ത്യാനികൾ, 2 ഗർദഭന്മാര്, 3 ശ്വാനന്മാര്, 4 ശൂകരന്മാര്. ഇതിൽ ഗർദഭന്മാരെയും ശ്വാനന്മാരെയും ശൂകരന്മാരെയും പിടിച്ച് സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് അവരുമായിട്ട് വാദപ്രതിവാദം നടത്തിയാൽ അതിലെന്ത് നേട്ടം? അങ്ങനെ അടുത്ത ഇടയ്ക്ക് നടന്നു. പത്തനംതിട്ട ഞാൻ MM അക്ബറും തമ്മിലുള്ള ഡിബേറ്റ് കഴിഞ്ഞ് അധികം താമസിക്കാതെ തിരുവല്ലയിൽ നിന്ന് ഒരു PhD-കാരൻ ക്രിസ്ത്യാനിയെ പിടിച്ചുകൊണ്ട് വന്നു. PhD-കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബൈബിളിലെ പഴയ നിയമം എവിടെയാണ് പുതിയ നിയമം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ മറുപടി അറിയത്തില്ല. അങ്ങനെയുള്ള ഒരു കഴുതയാണ് അവർ പിടിച്ചുകൊണ്ട് വന്നത്. കഴുത എന്നുള്ള എന്റെ ഭാഷയല്ല, ബൈബിളിന്റെ ഭാഷ തന്നെ. ബൈബിൾ തന്നെയാണ് ക്രിസ്ത്യാനികളെ 4 ഡിവൈഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞുള്ള കാറ്റഗറിയുമുണ്ട്, അത് വരുന്നു. MM അക്ബറിന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഈ ദമ്പാചാര്യൻ അങ്ങോട്ട് എഴുന്നേറ്റ്, ഓ വണ്ടർഫുൾ, ബൈബിളിനെ കുറിച്ച് എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ MM അക്ബറിന് അറിയാം. സത്യമാണ് സുഹൃത്തുക്കളെ, സത്യമാണ്. കാരണം ഇയാളെ ക്രിസ്ത്യാനിയാണെങ്കിലും വേദോത്സവം വായിച്ചിട്ടില്ല. അപ്പൊ ക്രിസ്ത്യാനിയാണെങ്കിലും വേദോത്സവം വായിച്ചിട്ടില്ലാത്ത ആളുകളെ സ്റ്റേജിൽ കൊണ്ടുവന്ന് അവർ വലിയ ക്രിസ്തീയ പണ്ഡിതന്മാരാണെന്ന് പ്രസന്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് അങ്ങ് പ്രൈസ് ചെയ്യിപ്പിക്കാതെ പുൾപിറ്റിൽ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഇത്. വെറും ഗുരുല്ല യുദ്ധത്തിന്റെ ഒരു തന്ത്രം മാത്രമാണ്. ബൈബിള് ഇംഗ്ലീഷിലും ഗ്രീക്കിലെ എബ്രായ ഭാഷയിലും പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയോട് വാദപ്രതിവാദം ചെയ്തെങ്കിലേ അതൊരു ശരിയായ വാദപ്രതിവാദമാകും. വേണ്ട, എബ്രായ ഗ്രീക്കൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ബൈബിൾ ശരിയായിട്ട് വായിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിലേ വാദപ്രതിവാദം ശരിയാകത്തുള്ളൂ. അപ്പൊ അങ്ങനെ സ്റ്റേജിൽ ഇവർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളിൽ ഒരു തന്ത്രം, ഇങ്ങനെയുള്ള ആളുകളെ സെലക്ട് ചെയ്യുക, കണ്ടുപിടിക്കുക, ക്രിസ്ത്യൻസിന്റെ ഇടയ്ക്കുള്ള കഴിവുകളെ കണ്ടുപിടിച്ചിട്ട് അതിൽ ഡിഗ്രി ഉള്ളവരെ സ്റ്റേജിൽ കൊണ്ടുവരിക. എന്നിട്ട് ആ ഡിഗ്രി ആളുകളുടെ മുമ്പിൽ പ്രൊജക്ട് ചെയ്ത് കാണിച്ചിട്ട്, ഓ ഇവർ പറയുന്നത് കേൾക്കും. അതുപോലെ തന്നെ സ്റ്റേജിൽ ഇവർ ഉപയോഗിക്കുന്ന മറ്റൊരു തന്ത്രമാണ് ക്രിസ്ത്യൻസിന്റെ ഇടയ്ക്ക് നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവരിക, അവരോട് പ്രോമിസ് ചെയ്യുക നിങ്ങൾക്ക് സമയം തരുന്നതായിരിക്കും. എന്നിട്ട് പ്രസംഗിക്കുന്ന അവസരം വരുമ്പോൾ അവർക്ക് സമയം കൊടുക്കത്തില്ല. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ചില മാസങ്ങൾക്ക് മുൻപ് മൂവാറ്റുപുഴ MM അക്ബർ സംസാരിച്ചപ്പോൾ, അല്ലെങ്കിൽ MM അക്ബറിന്റെ ഒരു പ്രോഗ്രാമിൽ തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയെ വീട്ടിൽ ചെന്ന് റിക്വസ്റ്റ് ചെയ്ത് മുസ്ലിംസ് വാഹനം കൊണ്ടുപോയി അവിടെ റിക്വസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, സാറൊന്ന് വരണം, സാറൊന്ന് കേൾക്കണം, ഈ ഇവിടെ പറയുന്ന ക്രിസ്ത്യ വിശ്വാസത്തിനെതിരെ പറയുന്ന അല്ലെങ്കിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് സാർ ഒരു മറുപടി പറയണം. കൃഷ്ണൻകുട്ടി പറഞ്ഞു, എനിക്കിതിൽ വലിയ താല്പര്യമൊന്നുമില്ല, നിങ്ങൾ ആരാണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അല്ല സാറേ, ഞങ്ങള് അവിടെ ആ പ്രാസംഗ്യൻ ബൈബിളിനെ കുറിച്ച് സംസാരിക്കുവാൻ എത്ര സമയം എടുക്കും അത്രയും സമയം തന്നെ താങ്കൾക്ക് തരുന്നതായിരിക്കുന്നു. ഒടുവില് ഈ പ്രാവശ്യം ഇവർ സത്യമായിരിക്കും സംസാരിക്കുന്നതെന്ന് കണ്ട് കൃഷ്ണൻകുട്ടി അവരുടെ കൂടെ പോയി അവിടെ ചെന്നു. ഡിബേറ്റ് മുഴുവൻ കേട്ടു. ഡിബേറ്റ് തീർന്നു കഴിഞ്ഞപ്പോൾ ഓക്കെ, ഇതിന് ഞാൻ മറുപടി പറയാമെന്ന് കൃഷ്ണൻകുട്ടി പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, സാർ ഇന്ന് സമയമില്ല, അതുകൊണ്ട് സാറിന് സംശയം വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, മുസ്ലിം ഫ്രണ്ട്സിനോട് ഒരു കാര്യം പറയട്ടെ, ഒരു ക്രിസ്ത്യാനിക്ക് ബൈബിളിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ അതിന് മറുപടി പറയുവാൻ വേണ്ടി ഞങ്ങൾക്ക് ധാരാളം പണ്ഡിതന്മാരുണ്ട്. അതും ബൈബിളിനെ കുറിച്ച് സംശയമുള്ള ഒരു വ്യക്തിയാണ് കൃഷ്ണൻകുട്ടി എന്ന് എനിക്ക് തോന്നുന്നില്ല. ഫൈനലി സമയം തരണം എന്ന് കൃഷ്ണൻകുട്ടി വളരെ എംഫാറ്റിക്കലി പറഞ്ഞപ്പോൾ അധ്യക്ഷനെ എഴുന്നേറ്റ് നിന്ന് റിക്വസ്റ്റ് ചെയ്ത് സഹകരിക്കണം. ഒരു വ്യക്തിയെ വഞ്ചിച്ചു കഴിഞ്ഞിട്ട് ആ വ്യക്തി സഹകരിക്കുകയല്ല വേണ്ടത്, ആ വ്യക്തി ക്ഷമിക്കുകയാണ് വേണ്ടത്.
തിരുവട്ടാർ ക്ഷമിച്ചിട്ട് അവിടുന്ന് പോയി. എന്നാൽ തനിക്ക് പറയാനുള്ള എന്താണെന്നുള്ള ചില കാര്യങ്ങൾ കേൾക്കുവാൻ വേണ്ടി ഒരു അവസരം ഇവിടുള്ള ക്രിസ്ത്യാനികൾക്കും മുസ്ലിംസിനും ലഭിക്കുന്നതായിരിക്കും. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഇത് തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയോട് മാത്രമല്ല അവർ ചെയ്തത്. മുസ്ലിംസ് ഡിബേറ്റിന് വേണ്ടി ക്രിസ്ത്യാനികളെ എവിടെല്ലാം വിളിക്കും, അവിടെ പത്തനംതിട്ട പ്രസംഗിച്ചതുപോലുള്ള ഒരു ക്രിസ്ത്യൻ കഴുതയാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിക്ക് കുറച്ച് സമയം എക്സ്ട്രാ കൊടുക്കും. ബിക്കോസ് കഴുത എത്ര സംസാരിച്ചാൽ അത് നമുക്ക് പ്രയോജനമാണ്. എന്നാൽ കൃഷ്ണൻകുട്ടി പോലുള്ള മറുപടി പറയുവാൻ വേണ്ടി പ്രഗത്ഭന്മാരായ ദൈവദാസന്മാരെ അവർ കൊണ്ടുപോയി കഴിഞ്ഞ് അവരെ വഞ്ചിച്ച് സമയം കൊടുക്കാതെ സ്റ്റേജിൽ നിന്ന് അപമാനിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇതും ഗുരില്ല യുദ്ധത്തിന്റെ ഒരു തന്ത്രമാണ്. മൂന്നാമത്, സാധാരണ പുൾപിറ്റിൽ നിന്നും അതുപോലെ തന്നെ ക്രിസ്ത്യൻസിന്റെ ബുക്സിൽ നിന്നുള്ള ഉദ്ധരണികൾ എടുക്കുമ്പോൾ ഇവർ കാണിക്കുന്ന ഒരു തന്ത്രമുണ്ട്. ക്രിസ്ത്യാനി എന്ന് പറയുന്നെങ്കിലും ക്രിസ്ത്യ വിശ്വാസത്തെ ത്യജിച്ച ആളുകളുടെ പുസ്തകങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികൾ എടുക്കുക. കഴിഞ്ഞ ദിവസം മിസ്റ്റർ എം എം അക്ബറുമായിട്ടുള്ള ഡിബേറ്റില് ഞങ്ങളൊരു പർട്ടിക്കുലർ വിഷയത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അക്ബർ ഉടനെ പറഞ്ഞു, അങ്ങനല്ലല്ലോ മുസ്ലിം പണ്ഡിതന്മാര് പറയുന്നത്. ഞാൻ ഉടനെ ചോദിച്ചു, ഏത് ക്രിസ്ത്യ പണ്ഡിതനാണ് ഇതുമായിട്ട് വിയോജിക്കുന്നതെന്നുള്ള പേരൊന്ന് പറഞ്ഞാൽ. പേര് പറഞ്ഞു. 1, 2, 3. ഞാൻ തിരിച്ചു ചോദിച്ചു, ഇതാരാണെന്നുള്ളത് അറിയാമോ? ഇതാരാണെന്ന് താങ്കൾക്കറിയാമോ? ആക്ച്വലി അറിയാവുന്ന കാര്യമാണ്. ബൈബിൾ ക്രിസ്ത്യാനികളെ ഞാൻ ഓർപ്പിച്ചതുപോലെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതില് 4ാമത്തെ പോർഷൻ ദൈവവചനം പന്നികളെന്ന് തന്നെ അഭിസംബോധന ചെയ്യുന്ന ക്രിസ്ത്യാനികൾ, അല്ലെങ്കിൽ ദൈവവചനത്താൽ പന്നികളെന്ന് അഭിസംബോധന ചെയ്യപ്പെട്ട ക്രിസ്ത്യാനികൾ, ഇങ്ങനെയുള്ള ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസത്തെ ത്യജിക്കുന്നു, തള്ളിപ്പറയുന്നു. അങ്ങനെയുള്ള ക്രിസ്ത്യാനികൾ ചില ഗ്രന്ഥങ്ങൾ എഴുതുന്നു. ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നാണ് അക്ബറിന്റെ പുസ്തകത്തിൽ ഉദ്ധരണികൾ എടുക്കുന്നത്. ഇതേ കാര്യം വേണമെങ്കിൽ ക്രിസ്ത്യാനികൾക്കും ചെയ്യാം. അതിന്റെ നല്ലൊരു ഉദാഹരണമാണ് വിശുദ്ധ ഖുർആന്. അത് വിശുദ്ധമല്ല, സാത്താൻ എഴുതിയ സാത്താന്യ ഗ്രന്ഥമാണെന്നും പറഞ്ഞ് സൽമാൻ റഷ്ദി ഒരു പുസ്തകം ഇറക്കിയിരുന്നു. ആ പുസ്തകം സൽമാൻ റഷ്ദി ഇറക്കിയ ഉടനെ തന്നെ ഒരു ഫത്വ ഇഷ്യൂ ചെയ്തു, അവനെ കശാഫ് ചെയ്തേക്കാൻ. അതുപോലെ തന്നെ തസ്ലീമാൻ അസ്രീൻ അടുത്ത ഇടയ്ക്ക് ലജ്ജ എന്ന് പറഞ്ഞ പുസ്തകം ഇമ്മീഡിയറ്റ്ലി തസ്ലീമായ കശാഫ് ചെയ്യാമെന്നുള്ള ഫത്വ ഇറങ്ങി. ഓക്കെ. അതുപോലെ തന്നെ ക്രിസ്ത്യ സമൂഹത്തിൽ നിന്ന് ക്രിസ്ത്യ സമൂഹത്തെയും ക്രിസ്ത്യ വിശ്വാസത്തെയും ക്രിസ്ത്യ വിശുദ്ധ ഗ്രന്ഥത്തെയും തള്ളിപ്പറഞ്ഞ ചില ആളുകളുണ്ട്. അങ്ങനെയുള്ളവരെ ക്രിസ്ത്യ പണ്ഡിതന്മാരെന്ന് അവതരിപ്പിച്ച് അവരുടെ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരണികൾ എടുക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾ ഓർപ്പിച്ചതുപോലെ, ഞങ്ങൾ ഡിബേറ്റിന് പോകുമ്പോൾ ഞങ്ങളുടെ ഡിബേറ്റ് ഒരു ഫെയർ ഡിബേറ്റ് ആയിരിക്കും. സമയം തരുമെന്ന് പറഞ്ഞാൽ സമയം തരുന്നതായിരിക്കും. നിങ്ങളുടെ പണ്ഡിതന്മാർ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പണ്ഡിതന്മാർ എഴുതിയ പുസ്തകത്തിൽ നിന്നായിരിക്കും ഉദ്ധരണി വരുന്നത്, അല്ലാതെ നിങ്ങളുടെ വിശ്വാസത്തെ തള്ളി പറഞ്ഞവരുടെ പുസ്തകത്തിൽ നിന്നല്ല. ഖുരാനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും എഴുതിയാൽ ഖുരാൻ അവതീർണമായ ഗ്രന്ഥമാണെന്ന് വിശ്വസിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്ന് മാത്രമേ അതിനെക്കുറിച്ച് കൊട്ടേഷൻ അല്ലെങ്കിൽ ഉദ്ധരണി എടുക്കത്തുള്ളൂ. അതിനെ തള്ളി പറഞ്ഞ ഒരു വ്യക്തിയുടെ ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരണികൾ എടുക്കത്തില്ല. എന്നാൽ ബൈബിളിനെതിരെയുള്ള ഈ ഗുരില്ല യുദ്ധത്തിൽ ജയിക്കാൻ സാധ്യമല്ല എന്നുള്ളത് മനസ്സിലാക്കി എം എം അക്ബറും ഇതുപോലുള്ള പലരും ഗുരില്ല യുദ്ധത്തിന്റെ തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ പല മെത്തേഡ്സ് ഉണ്ട്, അതിൽ ചില മെത്തേഡ്സ്. അപ്പം ഞാൻ ഓർപ്പിച്ചതുപോലെ സാമൂഹ്യ തലത്തില്, പുൾപിറ്റില്, അതുപോലെ തന്നെ ഇവരുടെ ബുക്ക് എഴുതുമ്പോൾ ഇവർ ചില രീതിയിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ തന്ത്രങ്ങൾ പ്രാക്ടിക്കൽ ലൈഫില് ഇവരെങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിലൊന്നാമത്തേത്, ഞാനിത് തൊട്ട് മുൻപ് പറഞ്ഞതുപോലെ, ക്രിസ്ത്യാനികളുടെ പേര് പറയുകയും ക്രിസ്ത്യ വിശ്വാസത്തെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞ ചിലരുടെ ബുക്സിൽ നിന്നാണ് ഇവരെടുക്കുന്ന ഉദ്ധരണികൾ. എം എം അക്ബറിന്റെ വേദപുസ്തകത്തിന്റെ ദൈവികത എന്നുള്ള പുസ്തകം വായിച്ചാൽ അത് വളരെ വ്യക്തമാണ്. വേദപുസ്തകത്തിൽ ശരിയായിട്ട് ഗവേഷണം ചെയ്തതും ശരിയായിട്ട് പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയുടെ ഉദ്ധരണി അവിടെ എടുത്തിട്ടില്ല. നേരെ മറിച്ച് മതഭക്തന്മാരായ ക്രിസ്ത്യാനികളുടെ ഉദ്ധരണികളാണ് ഈ ബുക്കിൽ നമുക്ക് കാണാവുന്നത്. ക്രിസ്ത്യ വിശ്വാസത്തിനെതിരെ ഏറ്റവും കൂടുതൽ എഴുതിയ മറ്റൊരു വ്യക്തിയാണ് അഹമ്മദ് ദീദാത്ത്. അഹമ്മദ് ദീദാത്ത് ആണ് വാസ്തവത്തിൽ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ഈ ഡിബേറ്റ് തുടങ്ങി വെച്ച ആള്. ആ വ്യക്തി ക്രിസ്ത്യ വിശ്വാസത്തിനെതിരെ കൊണ്ടുവന്ന പല ആർഗ്യുമെന്റ്സ് ആണ് ഇന്ന് എം എം അക്ബർ ഇവിടെ സ്റ്റേജിൽ നിന്ന് പറയുന്നത്.
ഇതിനെല്ലാം മറുപടി ആക്ച്വലി ക്രിസ്ത്യൻസ് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഈ മറുപടി എന്താണെന്ന് അറിയാൻ വയ്യാത്ത ആളുകളെ കളിപ്പിക്കുവാൻ വേണ്ടി ഇപ്പോഴും അതേ ചോദ്യങ്ങൾ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. M.M. അക്ബർ എഴുതിയ പുസ്തകത്തിലെ ഒരു കൊട്ടേഷനാണ്. ആധുനിക ബൈബിൾ പണ്ഡിതന്മാരിൽ പ്രമുഖനായ റെയ്മണ്ട് ഇ ബ്രൗൺ ഇന്നതുപോലെ പറയുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, മുസ്ലിം പണ്ഡിതന്മാരിൽ പ്രമുഖനായ സൽമാൻ റഷ്ദി ഇന്നത് പറയുന്നെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുന്നു? എന്റെ നീതിശാസ്ത്രം ശരിയോ? എക്സാക്ട്ലി ഇത് തന്നെയാണ് ഇവിടെ ഈ ബുക്സിലും നാം ഏറ്റവും അധികം കാണുന്നത്. അതുപോലെ തന്നെ ക്രിസ്ത്യൻസിന്റെ മുമ്പിൽ പ്രസംഗിക്കുമ്പോഴും ബുക്സ് എഴുതുമ്പോഴും ക്രിസ്ത്യ വിശ്വാസത്തെ കുറിച്ച് എന്ത് സ്റ്റേറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാലും ആവർത്തിച്ച് അതിശയോക്തികളെന്ന് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേജിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്നവരോർത്ത് ശരിയാണ്, കുറച്ചൊക്കെ സത്യം കാണും. അഡോൾഫ് ഹിറ്റ്ലറിന് ഒരു പ്രൊപ്പഗാൻഡ മിനിസ്റ്റർ ഉണ്ടായിരുന്നു, ഗോയ്ബൽസ് എന്ന് പറഞ്ഞു. ഈ ഗോയ്ബൽസ് ആണ് ഈ പ്രിൻസിപ്പിൾ ആദ്യമായിട്ട്, ഈ സ്പെഷ്യലി വാക് യുദ്ധത്തിലുള്ള ഈ പ്രിൻസിപ്പിൾ ആദ്യമായിട്ട് പ്രചരിപ്പിച്ചത്. ഒരു വ്യാജ പ്രസ്താവന സത്യമാണെന്നും പറഞ്ഞ് വളരെ ധൈര്യത്തോടെയും കോൺഫിഡൻസോടെയും വാക്ചാതുര്യത്തോടെയും ഒരു 10 പ്രാവശ്യം ജനത്തിന്റെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 80% ആളുകളും അത് സത്യമാണ് എന്ന് വിശ്വസിക്കും. ഇവർ എഴുതിയിരിക്കുന്ന ബുക്സിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരിക്കലുമില്ല. M.M. അക്ബറിന്റെ പുസ്തകം എടുത്തു കഴിഞ്ഞാൽ ബൈബിളിൽ ഇന്നടത്ത് ഇന്നതുപോലെ ഒരിക്കലും പറഞ്ഞിട്ടില്ല, വേറൊരു സ്റ്റേറ്റ്മെന്റ് ഇന്നതുപോലെ ഒരിക്കലും പറഞ്ഞിട്ടില്ല, വേറൊരു സ്റ്റേറ്റ്മെന്റ് എല്ലായിടത്തും ഇങ്ങനെയാണ്. യേശുക്രിസ്തു ദൈവമാണെന്ന് ബൈബിൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തു ദൈവമാണ് യേശുക്രിസ്തു ഒരു പ്രാവശ്യം പോലും അവകാശപ്പെട്ടിട്ടില്ല. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടില്ല. അപ്പൊ അത് കേട്ട് കഴിയുമ്പോൾ മുസ്ലിംസ് അവരോർന്ന് വണ്ടർഫുൾ, ഞങ്ങളുടെ പ്രചാരകൻ ശരിയായിട്ട് ബൈബിൾ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ പറയുന്നത്, ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്ന്. ക്രിസ്ത്യാനിയും ആ സമയത്തെ ആ ആവേശത്തിലാണ് അത് ശരിയായിരിക്കും എന്ന് വിശ്വസിച്ചു പോകുന്നു. സ്പെഷ്യലി ഇന്നത്തെ ജനറേഷനിലുള്ള ക്രിസ്ത്യാനികളോടൊരു വാക്ക് പറയട്ടെ. ക്രിസ്ത്യ വിശ്വാസത്തിനെതിരെ ആരെങ്കിലും ഒരു വാദപ്രതിവാദം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സത്യമാണോ, അത് മിഥ്യയാണോ, അത് വ്യാജ പ്രസ്താവനയാണോ എന്നുള്ളത് അറിയാൻ വേണ്ടി നിങ്ങൾ ബൈബിൾ തുറന്ന് പരിശോധിച്ച് നോക്കേണ്ടത് ആവശ്യമാണ്. M.M. അക്ബർ തന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്, സത്യവേദ പുസ്തകത്തിൽ സത്യദൈവം എല്ലായ്പ്പോഴും ക്രിസ്തുവിൽ നിന്ന് ഭിന്നമായ ഒരു വ്യക്തിയാണ്. നേരെ മറിച്ച് സത്യവേദ പുസ്തകത്തിൽ ക്രിസ്തുവും ദൈവവും അല്ലെങ്കിൽ ക്രിസ്തു ദൈവമാണെന്നുള്ള ധാരാളം പ്രസ്താവനകളുണ്ട്. ഒരു പ്രസ്താവന പോലും ഇല്ലെന്നാണ് താൻ തന്റെ പുസ്തകത്തിൽ പറയുന്നത്. അത് പല പ്രാവശ്യം വായിച്ചു കഴിയുമ്പോൾ അത് സത്യമാണെന്ന് പലർക്കും തോന്നിച്ചു. അതുപോലെ തന്നെ അതിശയോക്തി അല്ലാതെ ഇവരുടെ പ്രസംഗങ്ങളിൽ കാണപ്പെടുന്ന മറ്റൊരു കാര്യമാണ്, യാതൊരു രീതിയിലും സ്ഥാപിക്കപ്പെടാത്ത ചില സിദ്ധാന്തങ്ങള് അത് വസ്തുതകളാണ് എന്നുള്ള രീതിയിൽ ആവർത്തിച്ചു പറയുക. M.M. അക്ബറിന്റെ ബൈബിളിന്റെ ദൈവികത എന്നുള്ള പുസ്തകത്തിന്റെ 25-ാം പേജിൽ താൻ പറയുന്നത്, ബൈബിളിന്റെ രചനയുമായിട്ട് ബന്ധപ്പെട്ട രേഖാ സിദ്ധാന്തം ഇന്ന് ബൈബിൾ പണ്ഡിതന്മാരുടെ ഇടയിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സിദ്ധാന്തമാണ്. ഈ രേഖാ സിദ്ധാന്തം എന്താണ് എന്നുള്ള ഡീറ്റെയിലിൽ നാം പോകേണ്ട ആവശ്യമില്ല. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ബൈബിളിനെ എതിർക്കുന്ന ചില ആളുകൾ ബൈബിളിനെ എതിർക്കുവാൻ വേണ്ടി കെട്ടിച്ചമച്ച ഒരു സങ്കല്പം മാത്രമാണ്. നല്ല സ്കോളർലി ആയിട്ടുള്ള ഒറ്റൊരു പണ്ഡിതനും ഈ സിദ്ധാന്തത്തെ സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പണ്ഡിതൻ അത് വളരെ അവജ്ഞയോടെ, അത് അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നത് മാത്രമായ ഒരു സിദ്ധാന്തമാണ്. എന്നാൽ അക്ബർ തന്റെ പുസ്തകത്തിന്റെ 25-ാം പേജിൽ പറഞ്ഞിരിക്കുന്നത് പണ്ഡിതന്മാരെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അങ്ങനെ യാതൊരു രീതിയിലും സ്ഥാപിക്കപ്പെടാത്ത കാര്യങ്ങൾ അത് സ്ഥാപിക്കപ്പെട്ട വസ്തുതയാണെന്നുള്ളത് ഒരു 10 പ്രാവശ്യം പറയുമ്പോൾ ഒരു 80% ആളുകളെങ്കിലും സത്യമാണ് എന്ന് വിശ്വസിച്ചു പോകും. അതുപോലെ തന്നെ ഇതേ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലും 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിച്ചു കഴിഞ്ഞാൽ ദൈവം ആദ്യമേ യേശുക്രിസ്തുവിനെ സൃഷ്ടിച്ചെന്ന് ബൈബിൾ പറയുന്നു. അപ്പം പുൾപിറ്റിൽ നിന്ന് ഒരു വ്യാജ പ്രസ്താവന ആരും പറയത്തില്ല എന്നൊരു പ്രതീക്ഷ ജനത്തിനുള്ളത് കൊണ്ട് ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന് ചില ക്രിസ്ത്യാനികൾ ചിന്തിക്കുന്നു. ബൈബിൾ അങ്ങനെ തന്നെ പറയുന്നുണ്ട് എന്ന് മുസ്ലിം ഫ്രണ്ട്സും ചിന്തിക്കുന്നു. ബൈബിളിൽ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഇല്ല എന്റെ ഫ്രണ്ട്സ്. നിങ്ങൾ ബൈബിൾ ഒന്ന് പരിശോധിച്ച് നോക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുപോയി നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി പരിശോധിക്കാൻ വേണ്ടി ഇഞ്ചിലിന്റെ കോപ്പീസ് ഇവിടെ ലഭ്യമാക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ അക്ബറിന്റെ പുസ്തകത്തിൽ കാണുന്ന ഒരു കാര്യമാണ്, അടുത്ത ഇടയ്ക്ക്
ഇടയ്ക്ക് ഇറങ്ങിയ മറ്റൊരു പുസ്തകമാണിത്. അതിൽ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തു ദൈവമാണെന്നുള്ള നിഗമനത്തിൽ തന്റെ ശിഷ്യന്മാർ ഒരിക്കലും എത്തിയിട്ടില്ല. അത് വായിച്ചു കഴിയുമ്പം മുസ്ലിംസിന് വളരെ സന്തോഷം തോന്നും. കണ്ടോ, ബൈബിളിൽ തന്നെ തെളിയിച്ചു കൊടുത്തില്ലേ യേശു ക്രിസ്തു ദൈവമല്ല, യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. നേരെ മറിച്ച് യേശു ക്രിസ്തുവിന്റെ 4 ജീവചരിത്രങ്ങൾ ബൈബിളിൽ ശേഖരിച്ചിരിക്കുന്നതിൽ 4ലും യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് തന്റെ ശിഷ്യന്മാർ അംഗീകരിച്ചതും മനസ്സിലാക്കിയതും ധാരാളം പ്രസ്താവനകളുണ്ട്. എന്നാൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ സത്യമായിരിക്കുമെന്ന് പലരും ചിന്തിച്ചു പോകുന്നു. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ വിഷയത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം അങ്ങോട്ട് എടുത്തിട്ട് അത് സാമാന്യവൽക്കരിച്ച് ഇതെല്ലാത്തിനെ കുറിച്ചും അങ്ങ് അപ്ലൈ ചെയ്യുന്നെന്ന് പലപ്പോഴും ഇവരുടെ പ്രസംഗങ്ങളിൽ പറയാറുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ എടുത്താൽ, ആ ശാസ്ത്രത്തിന്റെ ലോകത്തിൽ നിന്നൊരു എക്സാമ്പിൾ എടുത്താൽ, ആൽബർട്ട് ഐൻസ്റ്റീന്റെ ആപേക്ഷികത സിദ്ധാന്തം പേരെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ട്. റിലേറ്റിവിറ്റി, തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഈ ആപേക്ഷികത സിദ്ധാന്തം ഫിസിക്സിന്റെ ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് പല സാറന്മാർക്ക് ഒരു രോഗമുണ്ട്. അവർ പറയും, കണ്ടോ, ഈ ലോകത്തിൽ കേവല സത്യം ഒന്നുമില്ലെന്നുള്ളത് ആൽബർട്ട് ഐൻസ്റ്റീൻ തെളിയിച്ചു. അതിനുവേണ്ടിയാണ് ആൽബർട്ട് ഐൻസ്റ്റീന് നോബൽ സമ്മാനം കിട്ടിയത്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് കുട്ടികളങ്ങ് വണ്ടടിച്ചു. ശരിയാണ്, കേവല സത്യം ഒന്നുമില്ലെന്ന് ആപേക്ഷികത സിദ്ധാന്തത്തിൽ കൂടെ ഐൻസ്റ്റീൻ തെളിയിച്ചു. അതുകൊണ്ട് ഇനി കേവല സത്യം ഒന്നുമില്ല. 10 കൽപ്പനകളൊക്കെ പറയുന്ന അതൊന്നും നമ്മൾ സമ്മതിക്കേണ്ട ആവശ്യമില്ല. തന്നെയല്ല, നോബൽ പ്രൈസ് കിട്ടിയില്ലേ ഫ്രണ്ട്സ്? ഒന്നാമത്തെ കാര്യം, ആൽബർട്ട് ഐൻസ്റ്റീന് ആപേക്ഷികത സിദ്ധാന്തത്തിന് വേണ്ടി അല്ല നോബൽ സമ്മാനം കൊടുത്തത്. ആൽബർട്ട് ഐൻസ്റ്റീന് തിയറി ഓഫ് റിലേറ്റിവിറ്റി അതിനുവേണ്ടി തിയറി ഓഫ് റിലേറ്റിവിറ്റി സ്ഥാപിച്ചതിന് വേണ്ടി അല്ല നോബൽ പ്രൈസ് കൊടുത്തത്. നോബൽ പ്രൈസ് കൊടുത്തത് മറ്റൊരു വിഷയത്തിനായിരുന്നു. കാരണം തിയറി ഓഫ് റിലേറ്റിവിറ്റി അല്ലെങ്കിൽ ആപേക്ഷികത സിദ്ധാന്തം വെറും ഒരു സങ്കല്പം മാത്രമാണ്, ഒരു സിദ്ധാന്തം മാത്രമാണെന്ന് നോബൽ കമ്മിറ്റിക്ക് ബോധ്യമായി. ഇവിടെ ഇരിക്കുന്ന ചിലർ പറഞ്ഞതായിരിക്കും, മിസ്റ്റർ ജോൺസൺ, താങ്കൾക്ക് ഫിസിക്സിൽ വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കാണത്തില്ല, അതുകൊണ്ടായിരിക്കും ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്. ഫ്രണ്ട്സ്, ഫിസിക്സ് ആണ് എന്റെ സബ്ജക്ട്, ഊർജ്ജതന്ത്രമാണ് എന്റെ സബ്ജക്ട്. അതുകൊണ്ട് വളരെ ആധികാരികതയോടെയാണ് ഞാൻ പറയുന്നത്, ആൽബർട്ട് ഐൻസ്റ്റീന്റെ ആൽബർട്ട് ഐൻസ്റ്റീന് ആ വിഷയത്തിലല്ല സമ്മാനം കൊടുത്തത്. 2, ലോകത്തിൽ കേവല സത്യം ഇല്ല എന്നല്ല ഐൻസ്റ്റീൻ തെളിയിച്ചത്. ഐൻസ്റ്റീൻ പിണ്ഡങ്ങളുടെ ഗതിയെക്കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ മോഷനെ കുറിച്ച് ചില കാര്യങ്ങൾ മാത്രമാണ് പ്രസ്താവിച്ചത്. അങ്ങനെ ഐൻസ്റ്റീൻ ഇന്നത് തെളിയിച്ചെന്ന് പലരും പറയുന്ന രീതിയിൽ തന്നെയാണ് ഈ മുസ്ലിം പ്രചാരകന്മാർ പലപ്പോഴും ബൈബിളിലെ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ട് എടുത്തിട്ട് ആ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം ഇന്നതാണെന്ന് അങ്ങോട്ട് വിപുലീകരിച്ച് എല്ലാത്തിനും വേണ്ടി അങ്ങ് അപ്ലൈ ചെയ്യുന്നത്. അതിന്റെ ഒരു ഉദാഹരണം എടുത്താൽ, യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ പത്രോസ് ഒരു പ്രാവശ്യം യേശുക്രിസ്തു ദൈവത്തിന്റെ ഒരു ശുശ്രൂഷകനാണ് എന്നുള്ള വാക്ക് ഒരിടത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് ഇവർ പറയുന്ന, കണ്ടോ, യേശുക്രിസ്തു ദൈവമല്ലായിരുന്നു, ദൈവതുല്യമല്ലായിരുന്നു, വെറും ഒരു ദാസൻ, ഒരു അടിമ മാത്രമായിരുന്നു എന്നാണ് ബൈബിളിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. നോ, ബൈബിൾ ഒരു വ്യക്തിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ പല വശങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന് പല വശങ്ങൾ കാണും. ഒരു വ്യക്തിക്ക് പല സ്ഥാനങ്ങൾ കാണും. അതിൽ ഒരു സ്ഥാനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വ്യക്തിക്ക് മറ്റൊരു സ്ഥാനമില്ലെന്നോ അല്ല ആ വ്യക്തിക്ക് സ്ഥാനം മാത്രമേ ഉള്ളെന്നോ എന്നർത്ഥമില്ല. അതിന്റെ ഒരു നല്ല ഉദാഹരണമാണ്, ഞാൻ ഒരു ബൈബിൾ സ്കൂൾ അധ്യാപകനാണ്. എന്നാൽ ഞാനൊരു ബൈബിൾ സ്കൂൾ അധ്യാപകനാണെന്നൊരു പ്രസ്താവന ഇറക്കി കഴിഞ്ഞാൽ അത് അധ്യാപകൻ മാത്രമാണെന്ന് അർത്ഥമില്ല. ഒരു ബൈബിൾ സ്കൂൾ അധ്യാപകൻ മാത്രമല്ല, ഞാൻ എൻ്റെ മക്കൾക്ക് ഒരു പിതാവാണ്. അവരെന്നെ ഒരു അധ്യാപകനായിട്ട് ഒരു പിതാവായിട്ടാണ് കാണുന്നത്. എൻ്റെ ഭാര്യ എന്നെ ഭർത്താവായിട്ട് കാണുന്നത്. അപ്പൊ അങ്ങനെ ഓരോ വ്യക്തിയും വീക്ഷിക്കുമ്പോൾ എന്റെ പല പൊസിഷൻസ് അവർ കാണുന്നു. ഒരു വ്യക്തി ഒരു പൊസിഷൻ കാണുന്നത് കൊണ്ട് ആ വ്യക്തിയുടെ മറ്റു പൊസിഷൻസ് തള്ളി പറയുന്നില്ല. അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാര് യേശുക്രിസ്തുവിന്റെ ഒരു സ്ഥാനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ സ്ഥാനം മാത്രമേ ക്രിസ്തുവിനുള്ളൂ എന്ന് വാദിക്കുന്നത് അത് വാദപ്രതിവാദത്തിന്റെ ഒരു തന്ത്രം മാത്രമാണ്. യേശുക്രിസ്തു ദൈവമാണെന്നുള്ള പ്രസ്താവന യേശുക്രിസ്തുവും തന്റെ ശിഷ്യന്മാരും അക്കാലത്തുണ്ടായിരുന്ന പലരും അത് അംഗീകരിച്ചിട്ടുണ്ട്, അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അത് ഇഞ്ചിയിലുണ്ട്. ഇഞ്ചിയിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാക്കി തരുന്നതായിരിക്കും, അത് വായിച്ചു നോക്കണം എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ
ഈ സ്റ്റേജിൽ വന്ന് ബൈബിളിനെതിരെ വാദപ്രതിവാദം നടത്തുന്ന പലരും ഉപയോഗിക്കുന്ന മറ്റൊരു തന്ത്രമാണ് ജനങ്ങളിലുള്ള അലസതയുണ്ടല്ലോ, അല്ലെങ്കിൽ അറിവില്ലായ്മ, അതിനെ ശരിയായിട്ട് ചൂഷണം ചെയ്യുക. നമുക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്, ഇന്ന് ഭാരതീയരായ നമ്മളുടെ ഇടയ്ക്ക് വളരെയധികം കാണപ്പെടുന്ന ഒരു കാര്യമാണ്, ഏത് കാര്യം എടുത്തു കഴിഞ്ഞാലും വേണ്ടത്ര കമ്മിറ്റ്മെന്റ് ഇല്ല, അലസത. ഈ അലസതയുടെ കാരണം നമ്മുടെ ധാരാളം അറിവില്ലായ്മയുണ്ട്. ഇവിടെ ഇരിക്കുന്ന ക്രിസ്ത്യ സഹോദര സഹോദരിമാരോടൊരു കാര്യം പറയട്ടെ. ഇന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോവുകയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൂടെ അവർ കടന്നു പോകുന്നതിന്റെ കാരണം കൊണ്ടാണ് ഇത്രയധികം ക്രിസ്ത്യ വിശ്വാസത്തെ പലരും വെല്ലുവിളിക്കുന്നത്. നേരെ മറിച്ച് ഇങ്ങനെയുള്ള ഭോഷത്വം നിറഞ്ഞ പ്രസ്താവനകൾ ഇറക്കിയാൽ ആളുകൾക്ക് മനസ്സിലാകും എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ആളുകൾ അല്ലെങ്കിൽ ഡിബേറ്റേഴ്സ് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സിന് തുനിയത്തില്ലായിരുന്നേ. ഈ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് പല രീതിയിലുള്ള പ്രസ്താവനകൾ ഇവർ പാസ്സാക്കുന്നുണ്ട്. അതില് MM അക്ബറിന്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു ഉദ്ധരണിയാണ്, കാന എന്ന് പറഞ്ഞ സ്ഥലത്ത് യേശുക്രിസ്തു വളരെ അത്ഭുതകരമായ രീതിയിൽ മദ്യമുണ്ടാക്കി, കള്ളുണ്ടാക്കി, എന്നിട്ട് കള്ള് കുടിക്കാൻ വേണ്ടി ആളുകൾക്ക് കൊടുത്തു. എന്നിട്ട് അക്ബറിന്റെ ഒരു ഫേവറേറ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ആ മദ്യം കുടിച്ചിട്ട് അവിടെ ഇരുന്ന ഒരാൾ പറഞ്ഞു, ആദ്യമേ എളുപ്പമായ മദ്യമാണ്, പിന്നെ മുന്തിയ മദ്യമാണ് തന്നത്. ഫ്രണ്ട്സ്, ബൈബിളില് സ്പെഷ്യലി ഈ കാനാവെന്ന് പറഞ്ഞിരിക്കുന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട് അവിടെ മദ്യമെന്നുള്ള വാക്കോ എളുപ്പമെന്നുള്ള വാക്കോ മുന്തിയമെന്നുള്ള വാക്കോ ഉപയോഗിച്ചിട്ടില്ല. മദ്യം എന്നുള്ളതിന് വേണ്ടി ബൈബിളിലെ ഗ്രീക്ക് ഭാഷയിലും എബ്രായ ഭാഷയിലും ഡെഫിനറ്റ് ആയിട്ടുള്ള വാക്കുകളുണ്ട്. ഈ വാക്കുകൾ അവിടെ യൂസ് ചെയ്തിട്ടില്ല. ബിക്കോസ് യേശുക്രിസ്തു കാനാവില് അന്നത്തെ കസ്റ്റമിനനുസരിച്ച് അവിടെ സമൂഹത്തിൽ അവർ കുടിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന യാതൊരു രീതിയിലും ആൽക്കോഹൽ ഇല്ലാത്ത ഒരു ദ്രാവകമാണ് അവിടെ സൃഷ്ടിച്ചത്. അതിനെ ആദ്യമേ കള്ളാക്കി അല്ലെങ്കിൽ മദ്യമാക്കി, പിന്നെ ഇളപ്പം കള്ളിനെ കുറിച്ച് സംസാരിക്കുന്നു, മുന്തിയ കള്ളിനെ കുറിച്ച് സംസാരിക്കുന്നു. ഇത് പ്രാസംഗികന്റെ മനസ്സിൽ നിന്ന് വന്ന ഇമാജിനേഷൻ ആണ്. എന്നാൽ ഈ പ്രാസംഗികന്മാര് സംസാരിക്കുമ്പോൾ അവരുടെ സങ്കല്പത്തിൽ നിന്ന് ഇങ്ങനെയുള്ള വേദപുസ്തകത്തെയും യേശുക്രിസ്തുവിനെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ പാസ്സാക്കുന്നതിന്റെ കാരണം ഇവർ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ചെയ്തു കഴിയുമ്പോൾ ബൈബിൾ അങ്ങനെ തന്നെയാണോ പറയുന്നത് എന്നുള്ളത് ക്രിസ്ത്യാനികൾ പരിശോധിക്കുന്നില്ല. മുസ്ലിംസോ അവർക്ക് സന്തോഷമാണ്, കാരണം ഏതായാലും ബൈബിളിലെ മനുഷ്യന്റെ കൈകടത്തലുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു, അവരെ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ ആ തെറ്റിദ്ധാരണയോടെ ഒരാൾ കേൾക്കുമ്പോൾ ശരിയാണ്, മനുഷ്യന്റെ കൈകടത്തലുണ്ടെന്നുള്ളത് ഞങ്ങളുടെ പ്രാർത്ഥന തെളിയിക്കണമെന്ന് കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷം. അതുകൊണ്ട് അവർ ഇന്ത്യയിൽ പരിശോധിക്കുന്നില്ല. നേരെ മറിച്ച് ക്രിസ്ത്യാനികളിൽ പലരും അവരുടെ മടി അല്ലെങ്കിൽ അലസത ഇതിന്റെ കാരണം കൊണ്ട് ഇരുവഴുത്ത് പരിശോധിച്ച് നോക്കുന്നില്ല. ഇങ്ങനെയുള്ള ഡിബേറ്റേഴ്സ് ഇവരുടെ ഈ അബദ്ധ പ്രസ്താവനകളും അതുപോലെ തന്നെ തെറ്റായ പ്രസ്താവനകൾ പാസ്സാക്കുന്നു. ആൻഡ് അത് പലർക്കും കൺഫ്യൂഷന്റെ കാരണമായി തീരുന്നു. ഇതുപോലെ തന്നെ ഇവരുടെ ഡിബേറ്റിൽ കാണുന്ന മറ്റൊരു തന്ത്രമാണ് മനുഷ്യരുടെ മനസ്സിൽ വികാരം പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ചെയ്യുക. അങ്ങനെ വികാരത്തിന്റെ നിയന്ത്രണത്തിൽ വന്നു കഴിയുമ്പോൾ